ഹായ് ആൾ നമസ്കാരം. NB ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 12 സുവോളജിയിലെ 4ാമത്തെ ചാപ്റ്റർ ആണ്, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അന്വേഷണങ്ങൾ നടത്തി, സെർച്ച് ഫോർ ദ ജെനറ്റിക് മെറ്റീരിയൽ, ഏതാണ് ജെനറ്റിക് മെറ്റീരിയൽ എന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ അവസാനത്തെ എക്സ്പെരിമെന്റിലേക്ക് കടന്നു. ഏതായിരുന്നു എക്സ്പെരിമെന്റ് പേര്? ഹർഷി ചേസ് എക്സ്പെരിമെന്റ്. ആൽഫ്രഡ് ഹർഷിയും മാർത്ത ചേസും 1952 തെളിയിക്കുകയാണ് ഏതാണ് DNA, ഏതാണ് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. DNA ആണല്ലേ. Unequivocal proof that the DNA is the genetic material came from the experiment of Alfred Hershey and Martha Chase. അങ്ങനെ 1952 കഴിഞ്ഞു. ഇനി നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് DNA സ്ട്രക്ചറും കാര്യങ്ങളുമാണ്. അപ്പോൾ ആദ്യം അന്വേഷണങ്ങൾ നടത്തി, DNA എന്ന് ഉറപ്പിച്ചു, ഇനി DNA സ്ട്രക്ചറിലേക്ക് കിടക്കാണ്. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു NB ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക്. എപ്പിസോഡ് നമ്പർ 2, ചാപ്റ്റർ 4, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നേരെ DNA സ്ട്രക്ചറിലേക്ക് പോകും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? there are 2 types of nucleic acid. 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്? DNA ഉണ്ട്, RNA ഉണ്ട്. സോ there are 2 types of nucleic acid, DNA, RNA. DNA യുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA യുടെ ഫുൾ ഫോം എന്തായിരുന്നു? റൈബോ ന്യൂക്ലിക് ആസിഡ്. മിക്ക ജീവികളിൽ, മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള മിക്ക ജീവികളിലും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? DNA ആണ്. ഓക്കെ, പക്ഷേ ചില ജീവികളുണ്ട്, ചില വൈറസുകളുണ്ട്, അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? RNA ആണ്. സച്ച് വൈറസസ് ആർ കാൾഡ് എന്ത് വൈറസ്? റിട്രോ വൈറസസ്. നമ്മൾ HIV പഠിച്ചു, TMV പഠിച്ചു, QB ബാക്ടീരിയോഫേജ് പഠിച്ചു, നിപ്പ വൈറസ് പഠിച്ചു, കൊറോണ വൈറസ്. അവന്മാരൊക്കെ റിട്രോ വൈറസ് ആണ്. എന്താ റിട്രോ വൈറസ്? ദേ ആർ വൈറസസ് ഇൻ വിച്ച് genetic material is RNA. Such viruses are called retrovirus. നമ്മളൊക്കെ എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ, നമ്മുടെ സ്വഭാവ സവിശേഷതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഇതിനകത്തല്ലേ? DNA. അപ്പൊ 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്, ഒന്ന് DNA, 2 RNA. DNA യുടെ ഫുൾ ഫോം എന്താ മക്കളെ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA യുടെ ഫുൾ ഫോം എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ്. സോ നമ്മൾ ആദ്യം ആരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകണം? DNA കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പൊ ആദ്യം DNA യുടെ ഫുൾ ഫോം പറയും മക്കളെ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്. DNA is an acidic substance present in the nucleus. ന്യൂക്ലിയസിനകത്ത് കാണുന്ന ഒരു acidic substance ആണ് ഏതെന്ന് പറയുന്നത്? DNA. അതുകൊണ്ടാണ് ന്യൂക്ലിക് ആസിഡ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, സോ DNA is a acidic substance present in the nucleus. It is an acidic substance present in the nucleus. എങ്ങനെയാണ് DNA acidic ആയത്? ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ, അത് നമുക്കറിയാലോ, അത് ന്യൂക്ലിയസിനകത്താണ് നമുക്കറിയാവുന്ന കാര്യം. സോ ഇറ്റ് ഈസ് എൻ അസിഡിക് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ്. അത് ആദ്യമായി ഐഡന്റിഫൈ ചെയ്ത ആളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഫ്രെഡറിക് മിഷർ ഇൻ 1869. ഫ്രൈഡ് റിച്ച് എന്നൊക്കെ പറഞ്ഞു, നോർമൽ അല്ലേ? ഫ്രെഡറിക് മിഷർ ഇൻ 1869 DNA ആദ്യമായി ഐഡന്റിഫൈ ചെയ്തത്. അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം അതിനൊരു പേര് കൊടുത്തു. എന്തായിരുന്നു പേര്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിന് പേര് കൊടുത്തത് എന്തായിരുന്നു? ന്യൂക്ലിയൻ എന്തായിരുന്നു? ടെക്നിക്കൽ ലിമിറ്റേഷൻ. ടെക്നിക്കൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതിക ഉപകരണങ്ങളുടെ അപര്യാപ്തത കാരണം ഇൻ ഐസൊലേറ്റിംഗ് സച്ച് എ ലോങ് പോളിമർ. ന്യൂക്ലിയസിനകത്ത് അത്രയും ലെങ്തി ആയിട്ടുള്ള പോളിമർ, ഏകദേശം 2.2 മീറ്ററോളം ഉണ്ട് DNA യുടെ ലെങ്ത്. അത്ര ലെങ്തി ആയിട്ടുള്ള DNA ഐസൊലേറ്റ് ചെയ്യാൻ സാങ്കേതിക ഉപകരണങ്ങൾ അപര്യാപ്തത കാരണം എലൂസിഡേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. സ്ട്രക്ചർ ഓഫ് DNA റിമൈൻസ് എലൂസീവ്. ധാരാളം കാലങ്ങളോളം DNA യുടെ സ്ട്രക്ചർ റിമൈൻസ് എലൂസീവ്. അത് പിടികൊടുക്കാതെ തന്നെ നിന്നു. ഏത്? DNA യുടെ സ്ട്രക്ചർ. എന്തുകൊണ്ട്? 1869 ഫ്രെഡറിക് മിഷർ DNA ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് പേര് കൊടുത്തു ന്യൂക്ലിയൻ. അതിന്റെ സ്ട്രക്ചറും ഘടനയും അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് എ ലോങ് പോളിമർ, ഇറ്റ് കനോട്ട് ബി ഐസൊലേറ്റഡ്. എന്തേ സർ അതിനെ വേർതിരിക്കാൻ കഴിയാത്തത്? ഡ്യൂ ടു ടെക്നിക്കൽ ലിമിറ്റേഷൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ കുറിച്ചാണ് മക്കളെ? ന്യൂക്ലിക് ആസിഡ്. 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, ഒന്ന് DNA, 2 RNA. DNA യുടെ ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA യുടെ ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ്. ആദ്യം നമ്മൾ ഏതിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്നത്? DNA യുടെ സ്ട്രക്ചർ പഠിച്ച ഒരു കുട്ടിക്ക് RNA യുടെ സ്ട്രക്ചർ പഠിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അത്രയും എളുപ്പമാണ്. ആ ടിപ്പ് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ DNA യുടെ ഫുൾ ഫോം എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA യുടെ ഫുൾ ഫോം ഇറ്റ് ഈസ് എൻ അസിഡിക് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുള്ള ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? DNA എന്ന് പറയുന്നത്. DNA RNA അസിഡിക് ആണ്. അത് ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. ഫസ്റ്റ് ഐഡന്റിഫൈഡ് ബൈ ഫ്രെഡറിക് മിഷർ. അത് ഐഡന്റിഫൈ ചെയ്തത് ആരാണ്? ഫ്രെഡറിക് മിഷർ ആണ്.
in 1869 അതേമാതിരി ഒരു പേര് കൊടുത്തു ന്യൂക്ലിയൻ എന്ന് പറഞ്ഞത്. ഡ്യൂ ടു ടെക്നിക്കൽ ലിമിറ്റേഷൻ ഇൻ ഐസൊലേറ്റിംഗ് സച്ച് എ ലോങ് പോളിമർ ഫ്രം ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പോളിമർ ഐസൊലേറ്റ് ചെയ്യാൻ എന്തുണ്ടായിരുന്നു? സാങ്കേതിക പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് DNA സ്ട്രക്ചർ റിമൈൻസ് എലൂസീവ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. കുറെ കാലങ്ങളോളം DNA സ്ട്രക്ചർ ഹിഡൻ ആയിട്ട് അങ്ങനെ കിടന്നു. ഓക്കെ, ഇനി നമുക്ക് DNA സ്ട്രക്ചറും ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങളും അതിലേക്കൊക്കെ കടക്കാം. ഓക്കെ, 1953 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 1952 മാർത്ത ചേസും ആൽഫ്രഡ് ഹെർഷിയും DNA തെളിയിക്കുകയാണ്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിക്കുകയാണ്. 1953 കേട്ടിട്ടുണ്ടാവും ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും പ്രപ്പോസ് ചെയ്തു. സിമ്പിൾ ബട്ട് ഫേമസ്, ലോക പ്രശസ്തമായ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ലോക പ്രശസ്തമായ സ്ട്രക്ചർ. ആരുടെ? DNA സ്ട്രക്ചറിന്റെ പേര് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ഇരട്ട ഗോവണി മാതൃക പ്രപ്പോസ് ചെയ്തു. ആര് മക്കളെ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അപ്പോൾ in 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് സിമ്പിൾ ബട്ട് ഫേമസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ഇരട്ട ചുറ്റുഗോവണി മാതൃകയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തു. ആര്? വാട്സണും ക്രിക്കും. ഇതിന് ഇവരെ സഹായിച്ചത്, ഇവർക്ക് ഈ ക്ലൂ കിട്ടിയത്, ഈ സ്ട്രക്ചറിന് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ക്ലൂ കിട്ടിയത് ആരുടെ പഠനവും സഹായിച്ചിട്ടുണ്ട്? നമ്മുടെ മൗറീസ് വിൽക്കിൻസണും റൊസാലിൻ ഫ്രാങ്ക്ലിനും എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ അതിന് മുകളിൽ പഠനം നടത്തിയായിരുന്നു. DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയുടെ മുകളിൽ പഠനം നടത്തിയായിരുന്നു. ആ പഠനവും കൂടി ആരെ സഹായിച്ചു? വാട്സനെയും ക്രിക്കിനെയും സഹായിച്ചു. എന്ത് പ്രപ്പോസ് ചെയ്യാൻ? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. ഇത് കണ്ടെത്തിയതിന് അവർക്ക് നൊബേൽ പ്രൈസ് അവാർഡ് ചെയ്യുകയും ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻട്രൊഡക്ഷൻ. ഞാൻ ഇത് വായിക്കാൻ പോവാണ്. ഇനി നേരെ DNA സ്ട്രക്ചറിലേക്ക് പോവാണ്. അപ്പൊ DNA ഫുൾ ഫോം എന്താ? deoxyribonucleic acid. DNA is an acidic substance present in the nucleus, was first identified by Frederick Michel in 1869. He called it as nuclein. In isolating such a long polymer due to technical limitation, such a long polymer isolate technical limitation, DNA structure അത് കുറെ കാലത്തോളം ഹിഡൻ ആയി കഴിഞ്ഞു. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ലോക പ്രശസ്തമായ DNA സ്ട്രക്ചർ കണ്ടെത്തി. ഇറ്റ് ഈസ് എ സിമ്പിൾ ബട്ട് ദ വേൾഡ് ഫേമസ് സ്ട്രക്ചർ ദാറ്റ് വാട്ട് വി കോൾ ആസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. അതിന് വിളിക്കുന്ന പേര് DNA ഇരട്ട ഗോവണി. ഏകദേശം ഇങ്ങനെയായിരിക്കും. അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവരുടെ ഈ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യാൻ ആരുടെ സഹായം വേണ്ടി വന്നു? ആരുടെ സഹായം സഹായിച്ചു? അങ്ങനെ പറയാം. ആരുടെ പഠനം സഹായിച്ചു? അങ്ങനെ പറയാം. ആരുടെ പഠനം സഹായിച്ചു? മൗറീസ് വിൽക്കിൻസിന്റെയും റൊസാലിൻ ഫ്രാങ്ക്ലിന്റെയും പഠനങ്ങൾ സഹായിച്ചു. അവർ ഏതിനു മുകളിൽ പഠനം നടത്തി? എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഓൺ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയുടെ മുകളിൽ. ആ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഒരു ക്ലൂ ആയിട്ട് ഒരു സഹായമാവുകയും അത് ഇങ്ങനത്തെ ഒരു DNA സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അരമാർക്ക് ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. ഒന്ന് ഇതാണ് DNA അസിഡിക് ആണ്. അറിയാലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചിട്ട് ചോദിക്കാം. DNA അസിഡിക് ആണ്. ഫ്രെഡറിക് മിഷൽ 1869 ആദ്യമായി DNA ഐഡന്റിഫൈ ചെയ്തു. അദ്ദേഹം പേര് വിളിച്ചു ന്യൂക്ലിയൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്ട്രക്ചർ കുറെ കാലത്തോളം ഹിഡൻ ആയി ഡ്യൂ ടു ടെക്നിക്കൽ ലിമിറ്റേഷൻ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ എന്ന് കേൾക്കുമ്പോൾ മൗറീസ് വിൽക്കിൻസണും റൊസാലിൻ ഫ്രാങ്ക്ലിനും. ഇനി നമ്മൾ നേരെ പോവുകയാണ് മക്കളെ DNA സ്ട്രക്ചറിലേക്ക്. ഏത് സ്ട്രക്ചർ? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ്? അതുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? അതിന്റെ ലെങ്ത് എങ്ങനെയാണ്? അതിലേക്ക് കടക്കാൻ പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ DNA സ്ട്രക്ചറിലേക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് DNA സ്ട്രക്ചർ? DNA സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ RNA സ്ട്രക്ചർ ഭയങ്കര ഈസി ആയിരിക്കും പഠിക്കാൻ. അതെങ്ങനെയാ സാർ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നോക്കും മക്കളെ, DNA ഫുൾ ഫോം നമുക്കറിയാം. deoxyribonucleic acid. ഞാൻ പറഞ്ഞു DNA is an acidic substance present in the nucleus. ന്യൂക്ലിയസിനകത്തുള്ള ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ് DNA. അതെങ്ങനെയാ സാറ് DNA അസിഡിക് ആയത്? പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഒക്കെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള ഒരു സാധനം ഇല്ല. ഒരു ഓർഡറിൽ പഠിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്ത് പഠിച്ചു? DNA അറിയില്ല, നമുക്കറിയില്ല ഏതാ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ സെർച്ച് ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ വഴി DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ കണ്ടെത്തി. ഇനി DNA സ്ട്രക്ചർ കണ്ടെത്തി. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ DNA ഫുൾ ഫോം പഠിച്ചു. deoxyribonucleic acid. ഒരു DNA ഉണ്ടാക്കിയത് 2 ചെയിനുകൾ ചേർന്നിട്ടാണ്. ഒരു DNA ഉണ്ടാക്കിയത് എത്ര ചെയിനുകൾ ചേർന്നിട്ടാ? 2 ചെയിനുകൾ ചേർന്നിട്ട്. അപ്പൊ എന്റെ കയ്യിൽ 2 മുത്തുമാല ഉണ്ട് എന്ന് വിചാരിക്കും. 2 മുത്തുമാല, ഒരു മുത്തുമാല ഇവിടെ, ഒരു മുത്തുമാല ഇവിടെ. ഈ ഒരു മുത്തുമാലയെ വിളിക്കുന്ന പേരാണ് പോളിന്യൂക്ലിയോടൈഡ്. സ്ക്രീനിൽ ഇപ്പൊ കാണാം പോളിന്യൂക്ലിയോടൈഡ്. ഈ മുത്തുമാലയെ വിളിക്കുന്ന പേരെന്താ? പോളിന്യൂക്ലിയോടൈഡ്. ഈ മുത്തുമാലയെ വിളിക്കുന്ന പോളിന്യൂക്ലിയോ. അപ്പൊ 2 പോളിന്യൂക്ലിയോടൈഡ് മുത്തുമാലകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? DNA ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ നമുക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ കാണാം ഇതൊരു മുത്തുമാലയാണ്. ഈ മുത്തുമാലയെ വിളിക്കുന്ന പേരാണ് പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയും. എന്ത് ന്യൂക്ലിയോടൈഡ്? പോളിന്യൂക്ലിയോടൈഡ്. ഈ മുത്തുമാല ഉണ്ടാക്കിയത് ധാരാളം മുത്തുകൾ ചേർന്നിട്ടാണ്, അല്ലെ? ധാരാളം മുത്തുമണികൾ ചേർന്നിട്ടാണ്, മുത്തുകൾ ചേർന്നിട്ടാണ്. ഈ ഓരോ മുത്തിനെയും വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. എന്ത്?
ന്യൂക്ലിയോട്ടൈഡ്. അപ്പൊ രണ്ട് മുത്തുമാല, വേറെ മുത്തുമാല കൂടി വരയ്ക്കാണ്. വേറെ ഈ മുത്തുമാലയുടെയും പേര് പോളിന്യൂക്ലിയോട്ടൈഡ്, ഈ മുത്തുമാലയും വിളിക്കുന്ന പേര് പോളിന്യൂക്ലിയോട്ടൈഡ്. ഓരോ മുത്തുമാലയും ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം മുത്തുകൾ ചേർന്നിട്ടാണ്. ഓരോ മുത്തിനെയും വിളിക്കുന്ന പേരെന്താ മക്കളെ? ന്യൂക്ലിയോട്ടൈഡുകൾ എന്ന് പറയും. ഈ മുത്തുമാലകൾ തിരിഞ്ഞിട്ടാണ് DNA എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. അപ്പൊ ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഏകദേശം ഉണ്ടാവും. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ധാരാളം ഇങ്ങനെയല്ലേ, ഇതല്ലേ DNA സ്ട്രക്ചർ. അപ്പൊ DNA എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് ചെയിനുകൾ ചേർന്നിട്ടാണ്. ഓരോ ചെയിനെയും വിളിക്കുന്ന പേരാണ് പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ എന്ന് പറയും. ഓരോ ചെയിനും ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം ന്യൂക്ലിയോട്ടൈഡുകൾ ചേർന്നിട്ടാണ്. ആ ഇക്വേഷനുകൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ മക്കളെ, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് 2 പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ. രണ്ട് പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? DNA എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടുള്ളത്. രണ്ട് ചെയിനുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? DNA ഉണ്ടായിട്ടുള്ളത്. ചെയിനുകളെ വിളിക്കുന്ന പേര് മക്കളെ പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ. ഇനി ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കിയത് എന്ത് ചേർന്നിട്ടാ? ന്യൂക്ലിയോട്ടൈഡ് എൻസൈംസ്. ധാരാളം ന്യൂക്ലിയോട്ടൈഡുകൾ ചേർന്നിട്ടാ എന്തുണ്ടാക്കിയത്? ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ. ഇനി നമുക്ക് ആരുണ്ടാക്കാം? ഈ ഒരു മുത്തുമാല ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ആരെ കുറിച്ച് പഠിക്കണം? ഒരു മിനിറ്റ്, ആദ്യം ആരെ കുറിച്ച് പഠിക്കണം? ഡസ്റ്റർ കാണുന്നില്ല, ഇവിടെ വെച്ചിരുന്നു കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മുത്തുമാല ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ആരുണ്ടാക്കാൻ പഠിക്കണം? ഒരു മുത്തിനെ കുറിച്ച് പഠിക്കണം. ആദ്യം ഒരു മുത്ത് ഉണ്ടാക്കുക, ഒരു മുത്ത്. അപ്പൊ ഇത് കണക്ട് ചെയ്താൽ പോളിന്യൂക്ലിയോട്ടൈഡ് ആയില്ലേ? അപ്പൊ ആദ്യം ആരുണ്ടാക്കാൻ പഠിക്കാം? ന്യൂക്ലിയോട്ടൈഡ്. ഒരു ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കണമെങ്കിൽ ന്യൂക്ലിയോസൈഡും വേണം, ഫോസ്ഫേറ്റും വേണം. DNA ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഫോസ്ഫോറിക് ആസിഡാണ്. ഞാൻ പറഞ്ഞു DNA ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര ചെയിൻ ചേർന്നിട്ടാ? 2 ചെയിൻ ചേർന്നിട്ടാ. ഓരോ ചെയിനെയും വിളിക്കുന്ന പേരെന്താ? പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ. ഓരോ പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനിലെയും മുത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോട്ടൈഡ്. ഒരു മുത്ത്, അതായത് ഒരു ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കണമെങ്കിൽ ആരൊക്കെ വേണം? ന്യൂക്ലിയോസൈഡും വേണം, ഫോസ്ഫേറ്റ് വേണം. ഫോസ്ഫേറ്റ് ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് is actually phosphoric acid. That is why DNA is acidic. DNA നെഗറ്റീവ് ചാർജ് ആകാൻ, DNA നെഗറ്റീവ് ചാർജ് ആണ്, DNA അസിഡിക് ആണ്. DNA നെഗറ്റീവ് ചാർജ് ആകാനും അസിഡിക് ആകാനും കാരണം എന്തുണ്ടായത് കൊണ്ടാണ്? ന്യൂക്ലിയോട്ടൈഡിന്റെ മുമ്പിൽ ഫോസ്ഫേറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഓർമ്മ ഉണ്ടോ മക്കളെ? ഒരു എക്സ്പെരിമെന്റിൽ ഹർഷി ചേസിന്റെ എക്സ്പെരിമെന്റിൽ ഓർമ്മയുണ്ടോ? ആൽഫ്രഡ് ഹർഷി, മാർത്ത ചേസിന്റെ എക്സ്പെരിമെന്റിൽ ഓർമ്മയുണ്ടോ? ഫോസ്ഫേറ്റിന് നമ്മൾ ലാബിൽ DNA ലാബിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ P32 ഉപയോഗിച്ച ഓർമ്മയുണ്ടോ? ഇല്ലേ? അപ്പൊ DNA എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട്. DNA എവിടെയാ ഫോസ്ഫേറ്റ്? ന്യൂക്ലിയോട്ടൈഡിൽ ഫോസ്ഫേറ്റ്. അപ്പൊ DNA ഒരു ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കിയത് ആർക്കും ചെന്നിട്ടാ? ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും. ഫോസ്ഫേറ്റ് എന്താണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതും. ബേസിക്. അപ്പൊ DNA എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് അസിഡിക് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ്. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ, DNA ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അസിഡിക് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആകാനുള്ള കാരണം, അസിഡിക് ആകാനുള്ള കാരണം ആര് തന്നെയാണ്? ഫോസ്ഫേറ്റ് തന്നെയാണ്. ഇനി അടുത്തത്, ഇതിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ സർ, പറഞ്ഞൊരു ന്യൂക്ലിയസ് നോക്കാം. ന്യൂക്ലിയോസൈഡ് ഉണ്ടാക്കിയത് ആരൊക്കെ ചേർന്നിട്ടാ? ഷുഗറും നൈട്രോജീനസ് ബേസും ചേർന്നിട്ടാ ന്യൂക്ലിയോസൈഡ് ആയത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റിക്കൂടെ? ഏത് ഇക്വേഷനെ? ന്യൂക്ലിയോട്ടൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂക്ലിയോട്ടൈഡ് സമം ഈക്വൽ ടു ഷുഗർ പ്ലസ് നൈട്രോജീനസ് ബേസ് പ്ലസ് ഫോസ്ഫേറ്റ് എന്നാക്കിക്കൂടെ? അല്ല മക്കളെ, അപ്പൊ ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടായത് 3 പാർട്ടിക്കിൾസ് ചേർന്നിട്ടാ, 3 കമ്പോണന്റുകൾ ചേർന്നിട്ടാ. ഷുഗറും നൈട്രോജൻ ബേസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ്. അപ്പൊ ഷുഗറും നൈട്രോജൻ ബേസും ഫോസ്ഫേറ്റും ചേർന്നാൽ ഒരു ന്യൂക്ലിയോട്ടൈഡ് ആയി. അങ്ങനെ ധാരാളം ന്യൂക്ലിയോട്ടൈഡുകൾ ചേർന്നാൽ എന്തായി? പോളിന്യൂക്ലിയോട്ടൈഡ് ചെയ്യും. 2 പോളിന്യൂക്ലിയോട്ടൈഡ് ചേർന്ന് 1 ചേർന്നാൽ എന്തായി മാറി? DNA ആയി. നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ആരുടെ സ്ട്രക്ചർ? DNA is formed of 2 polynucleotide chain. Each polynucleotide chain is made up of number of nucleotide. Each nucleotide, ഓരോ ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കിയത് ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ചേർന്നത്. ഫോസ്ഫേറ്റ് അസിഡിക് ആണ്, നെഗറ്റീവ്ലി ചാർജ് ആണ്. ദാറ്റ് ഈസ് വൈ DNA അസിഡിക്, നെഗറ്റീവ് ചാർജ് കാര്യം പറഞ്ഞു. ന്യൂക്ലിയോസൈഡ് ഉണ്ടാക്കാൻ ആരൊക്കെ വേണം? ഷുഗർ വേണം, നൈട്രോജൻ ബേസ് വേണം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാക്കാം? ന്യൂക്ലിയോട്ടൈഡ് ഈസ് ഈക്വൽ ടു ഷുഗർ പ്ലസ് നൈട്രോജൻ ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ആരെ കുറിച്ച് പഠിക്കാം? ഷുഗർ. ആദ്യം ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നേരെ സ്ട്രക്ചറിലേക്ക് നമ്മൾ ഇവിടെ പോകും. മനസ്സിലാകും. ചിത്രം വരക്കുമ്പോൾ ക്ലിയർ ആവും. അതിനുവേണ്ടി ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ DNA ഷുഗറിനെ കുറിച്ച് പഠിക്കാം. DNA ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ന്യൂക്ലിയോട്ടൈഡ് വേണം, ന്യൂക്ലിയോസൈഡ് വേണം, ഫോസ്ഫേറ്റ് വേണം. ന്യൂക്ലിയോസൈഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഷുഗർ വേണം, നൈട്രോജൻ ബേസ് വേണം. അപ്പൊ ആദ്യം ആരെ കുറിച്ച്? ഷുഗർ. 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് നമുക്കറിയാം. DNA ഉണ്ട്, RNA ഉണ്ട് അല്ലെ? DNA ഷുഗറിനെ വിളിക്കുന്ന പേരാണ് ഡിയോക്സി റൈബോസ്. അതുകൊണ്ട് ആ പേര് വന്ന് ഡിയോക്സി റൈബോ. ന്യൂക്ലിയസിനകത്ത് കാണുന്ന ആസിഡ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. മനസ്സിലായോ? അപ്പൊ DNA കാണുന്ന ഷുഗറിന്റെ പേര് ഡിയോക്സി റൈബോസ്. അതിന് 5 കാർബൺ ഉണ്ട്. ഈ ഷുഗറിന്റെ ഒക്കെ ഒപ്പം അവസാനം ഓസ് എന്നുണ്ടാവും. ഷുഗറിന്റെ ഒക്കെ ഒപ്പം അവസാനം ഓസ് ഉണ്ട്. ഗ്ലൂക്കോസ്, ലാക്ടോസ്, ഫ്രക്ടോസ്, മാനോസ്,
കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഷുഗറിന്റെ കൊപ്പം അവസാനം ഓസ് ഉണ്ടാവും. അപ്പൊ ഡിയോക്സി റൈബോസ് ഈസ് എ ഷുഗർ. അതിനകത്ത് 5 കാർബൺ ആണ്. 5 കാർബൺ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനെ വിളിക്കാം ഇറ്റ് ഈസ് എ പെൻഡോസ് ഷുഗർ. പെൻഡോസ് ഷുഗർ. ഹെക്സോസ് ഷുഗർ എന്ന 6 കാർബൺ ഉള്ളത്. ഗ്ലൂക്കോസ് ഒക്കെ അതിൽ വരുന്ന, ഫ്രക്ടോസ് ഒക്കെ അതിൽ വരുന്നതാ. ഓക്കെ, അപ്പൊ DNA അകത്ത് കാണുന്ന ഷുഗറിന്റെ പേര് നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഷുഗർ. ഏത്? ഈ ഷുഗർ എന്ന ന്യൂക്ലിയോസൈഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഷുഗറും നൈട്രജൻ ബേസും ചേർന്നതാണ്. ഷുഗർ ആരൊക്കെയുണ്ട്? DNA ഷുഗറിന്റെ പേര് ഡിയോക്സി റൈബോസ്. പെൻഡോസ് ഷുഗർ ആണ് എന്ന് വെച്ചാൽ 5 കാർബൺ ഉണ്ടാവും. അത് നമുക്കൊന്ന് വരാം. 5C ആണ്, 5ാം ക്ലാസ് C അല്ല, 5 കാർബൺ ഉണ്ടായിരിക്കും പെൻഡോസ് ഷുഗർ. അത് വരച്ച ചിത്രമാണ് ഇതാ ഇവിടെ വരച്ചിട്ടുള്ളത്. ഒന്ന് വലുതാക്കി വേണമെങ്കിൽ വരച്ചുതരാം. ഒന്ന് വലുതാക്കിട്ടോ ആ ചിത്രം. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എന്നാണ് എന്റെ ഓർമ്മ. അതെ, ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചതാണ്. എന്തിന്റെ ചിത്രം വരയ്ക്കുന്നത്? ഡിയോക്സി റൈബോസ്. ഈ ഡിയോക്സി റൈബോസിന്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ റൈബോസിന്റെ സ്ട്രക്ചർ പഠിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ഇതിൽ 5 കാർബൺ ആണുള്ളത്. ഇവിടെയാണ് മക്കളെ OH വരും, ഇവിടെ H വരും, ഇവിടെ H വരും, ഇവിടെ H വരും, OH വരും, ഇവിടെ CH2OH വരും, ഇവിടെ വരും H വരും. അപ്പൊ സാർ എന്താ ഇവിടെ വരാത്ത? പറഞ്ഞുതരാം. അപ്പൊ എന്ത് കാർബൺ? അത് പെൻഡോസ് കാർബൺ. എത്ര കാർബൺ നോക്കൂ. ഇവിടെ ഒരു കാർബൺ, രണ്ടാമത്തെ കാർബൺ, ഈ മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ, 5ാമത്തെ കാർബൺ ഇവിടെ. അപ്പൊ 5 കാർബൺ അടങ്ങിയ വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്? ഡിയോക്സി റൈബോസ്. ഈ ഡിയോക്സി റൈബോസിന്റെ 2ാമത്തെ കാർബണിൽ ഇവിടെ ആരായിരിക്കും മക്കളെ? ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് വിളിക്കാം അതിന് ഡിയോക്സി റൈബോസ്. ഇവിടെ ഹൈഡ്രജന് പകരം OH ആണ് ഉള്ളതെങ്കിൽ, ഇവിടെ OH ആണ് ഉള്ളതെങ്കിൽ അതിനെ വിളിക്കാം എന്ത്? റൈബോസ്. പ്രധാനപ്പെട്ട വ്യത്യാസം 2ാമത്തെ കാർബണിൽ അതെങ്ങനെ എഴുതും? 2'. 2ാമത്തെ കാർബണിൽ OH ആണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം എന്തെന്ന് പറയുന്നത്? റൈബോസ് എന്ന് പറയുന്നത്. റൈബോസ് ഏതിന്റെ ഷുഗറാണ്? RNA ഷുഗറാണ്. RNA ഫുൾ ഫോം എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. RNA കാണുന്ന ഷുഗറിന്റെ പേരാണ് റൈബോസ് ഷുഗർ. അതും പെൻഡോസ് ഷുഗർ ആണ്. പ്രധാനപ്പെട്ട വ്യത്യാസം ഇതേ സ്ട്രക്ചർ തന്നെയാണ്, പക്ഷേ ഇതിന്റെ 2ാമത്തെ കാർബൺ ഹൈഡ്രജന് പകരം ഇവിടെ എന്തായി? OH. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് 2'OH. അതുകൊണ്ടാണ് മക്കളെ ഈ റൈബോസ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഈ റൈബോസ് RNA എന്ന് പറയുന്ന സാധനം എപ്പോഴും അൺസ്റ്റേബിൾ ആണ്, എപ്പോഴും കാറ്റലൈറ്റിക് ആണ്, റിയാക്റ്റീവ് ആണ്. RNA ന്റെ പ്രത്യേകത എന്താ? അൺസ്റ്റേബിൾ ആണ്, റിയാക്റ്റീവ് ആണ്, കാറ്റലൈറ്റിക് ആണ്. എന്തുകൊണ്ടാണ് സാർ ഇവന്മാർ അൺസ്റ്റേബിൾ ആയത്, റിയാക്റ്റീവ് ആയത്, കാറ്റലൈറ്റിക് ആയത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് 2'OH. ഇതിന്റെ 2ാമത്തെ കാർബണിൽ OH ഉണ്ടാവുമ്പോൾ അതെപ്പോഴും രാസപ്രക്രിയയിൽ ഏർപ്പെടാൻ ഒരു ടെൻഡൻസി കാണിക്കുന്നത് കൊണ്ട് അത് അൺസ്റ്റേബിൾ ആണ്, കാറ്റലൈറ്റിക് ആണ്, റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് DNA ആണോ RNA ആണോ സ്റ്റേബിൾ? DNA ആണ് സ്റ്റേബിൾ. എന്തുകൊണ്ട് RNA അൺസ്റ്റേബിൾ ആയി? RNA ന്യൂക്ലിയോടൈഡിലെ ന്യൂക്ലിയോസൈഡിലെ ഷുഗർ ഏതാണ്? റൈബോസ്. അല്ലെങ്കിൽ RNA ഷുഗർ ഏതാണ്? റൈബോസ് ആണ്. അതിന്റെ 2ാമത്തെ കാർബണിൽ ആരാ ഉള്ളത്? OH. That make it RNA unstable, catalytic and reactive. Hence RNA is unstable. RNA എപ്പോഴും അൺസ്റ്റേബിൾ ആണ്. മ്യൂട്ടേഷന് പെട്ടെന്ന് വിധേയമാകുന്നത് DNA ആണോ RNA ആണോ? RNA. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ പെട്ടെന്ന് മ്യൂട്ടേഷൻ വിധേയമാകുന്ന ഇപ്പൊ DNA വൈറസ് ആണോ RNA വൈറസ് ആണോ? RNA വൈറസ്. ഇനി ചിന്തിച്ചു നോക്ക്, ഇപ്പോഴത്തെ കാലം കൊറോണ വൈറസ് പെട്ടെന്ന് മാറ്റത്തിന് വിധേയമാകും. അത് ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഈ 2ാമത്തെ കാർബൺ OH ഉണ്ട്. സോ ഇത് എപ്പോഴും റിയാക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. റിയാക്റ്റീവ് ആണ്, കാറ്റലൈറ്റിക് ആണ്, അൺസ്റ്റേബിൾ ആണ്. അപ്പൊ നമുക്ക് സ്ട്രക്ചർ ഒന്നും പഠിക്കണ്ട. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. DNA കാണുന്ന ഷുഗറിന്റെ പേര് ഡിയോക്സി റൈബോസ്. അത് പെൻഡോസ് ഷുഗർ ആണ്, 5 കാർബൺ ഉണ്ട്. RNA കാണുന്ന ഷുഗറിന്റെ പേര് റൈബോസ്. അതും പെൻഡോസ് ഷുഗർ ആണ്, 5 കാർബൺ ഉണ്ട്. എന്താ പ്രധാനപ്പെട്ട വ്യത്യാസം? ഇവന്റെ 2ാമത്തെ കാർബൺ H ആണ്, ഇവന്റെ 2ാമത്തെ കാർബൺ OH ആണ്. ആ OH ആണ് ഇവനെ റിയാക്റ്റീവ് ആക്കുന്നത്, അൺസ്റ്റേബിൾ ആക്കുന്നത്, കാറ്റലൈറ്റിക് ആകുന്നത്. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചു? ഷുഗർ പഠിച്ചു കഴിഞ്ഞു. ഇനി ആരെ കുറിച്ച് പഠിക്കാം? നൈട്രോജൻ ബേസ്, നൈട്രോജനസ് ബേസ്. നൈട്രോജൻ അടങ്ങിയത് കൊണ്ടാണ് ഇതിന് നൈട്രോജനസ് ബേസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് നൈട്രോജനസ് ബേസ് ഉണ്ട്. ഒന്ന് പ്യൂരിൻ ഉണ്ട്, പിരമിഡ് ഉണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഇങ്ങനെ ആലോചിച്ചാണ് പൂരി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പൂരി ഉണ്ടാക്കുന്ന 2 സൈഡ് ഇങ്ങനെ പൊള്ളി വരൂലേ? 2 സൈഡും പൊള്ളി വരില്ലേ? ഈ പ്യൂരിൽ വരുന്ന വിഭാഗത്തിൽ വരുന്നതൊക്കെ ഡബിൾ റിങ്ങുകളായിരിക്കും. പ്യൂരിൻ. പിരമിഡ് ഇങ്ങനെ ആയിരിക്കും, ഒറ്റ റിങ്, സിംഗിൾ റിങ്. അപ്പൊ ഇതിന് ഡബിൾ റിങ് ആയിരിക്കും, ഇതിനെന്താ സിംഗിൾ റിങ് ആയിരിക്കും. പൂരി എന്നാലിക്ക, പൂരി എന്താ ഡബിൾ റിങ് ആയിരിക്കും, പിരമിഡ് എന്താ സിംഗിൾ റിങ് ആയിരിക്കും. പ്യൂരിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? അഡിനിനും ഗ്വാനിനും. കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ? അഡിനിൻ, ഗ്വാനിൻ. ഏതൊക്കെ നൈട്രോജൻ ബേസ് ഉണ്ട്? അഡിനിൻ, തയമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ? +1 ബയോമോളിക്യൂൾ പഠിച്ചല്ലേ? അഡിനിൻ ഉണ്ട്, തയമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, പിന്നെ യുറാസിൽ ഉണ്ട് അല്ലെ? അപ്പൊ ഈ അഡിനിനും ഗ്വാനിനും ഒക്കെ പ്യൂരിൽ വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവന്മാരുടെ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ അവന്മാർ അഡിനിനും ഗ്വാനിനും ഡബിൾ റിങ് ഉണ്ടായിരിക്കും.
തൈമിനും സൈറ്റോസിനും യുറാസിലും ഒരൊറ്റ സ്ട്രക്ചർ, ഒറ്റ റിംഗേ ഉള്ളൂ. സോ ദേ ആർ കമ്മിങ് അണ്ടർ പിരമിഡിൻ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചാണ് മക്കളെ? നൈട്രജൻ ബേസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. പ്യൂരിൻ ഉണ്ട്, പിരമിഡിൻ ഉണ്ട്. അത് എന്തിന്റെ ബേസിലാണ്? സ്ട്രക്ചർ അനുസരിച്ചാണ് അല്ലെ. ഇവന്മാർക്ക് ഡബിൾ റിംഗ് ആയിരിക്കും, ഇവന്മാർക്ക് സിംഗിൾ റിംഗ് ആയിരിക്കും. ഇനി DNA ഉണ്ട്, RNA ഉണ്ട്. DNA കാണുന്ന നൈട്രജൻ ബേസ് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA കാണുന്ന നൈട്രജൻ ബേസ് ആണ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്താ വ്യത്യാസം കാണുന്നത്? ഇവന്മാർക്ക് തൈമിന് പകരം ആരായിരിക്കും ഉണ്ടാവുക? യുറാസിലായിരിക്കും ഉണ്ടാവുക. തൈമിന് പകരം ആരായിരിക്കും ഉണ്ടാവുക? യുറാസിലായിരിക്കും ഉണ്ടാവുക. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുതരാം. അപ്പൊ DNA കാണുന്ന നൈട്രജൻ ബേസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA കാണുന്ന നൈട്രജൻ ബേസ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും മനസ്സിലാക്കുക, DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. പക്ഷെ RNA എന്താണ് മക്കളെ? സിംഗിൾ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ഒരൊറ്റ ചെയിൻ കൊണ്ട് ഉണ്ടാക്കി. DNA കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ്, RNA കാണുന്ന ഷുഗർ റൈബോസ്. DNA കാണുന്ന നൈട്രജൻ ബേസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA കാണുന്ന നൈട്രജൻ ബേസ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNA ആണ് സ്റ്റേബിൾ, RNA ആണ് അൺസ്റ്റേബിൾ. ഇത്രയും കാര്യങ്ങളായ വ്യത്യാസം കിട്ടിയില്ലേ? അപ്പൊ DNA is formed of 2 polynucleotide chain, RNA is formed of single polynucleotide chain. DNA കാണുന്ന ഷുഗറിനെ ഡിയോക്സി റൈബോസ്, RNA കാണുന്ന ഷുഗറിനെ റൈബോസ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? DNA. ഒപ്പം തന്നെ RNA പറഞ്ഞുകൊണ്ട് നിങ്ങൾ അറിയാതെ പഠിക്കുന്നതാണ്. അപ്പൊ DNA കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. മനസ്സിലായി? DNA ആണോ RNA ആണോ സ്റ്റേബിൾ? DNA സ്റ്റേബിൾ ആണ്, RNA അൺസ്റ്റേബിൾ ആണ്. എന്താ അൺസ്റ്റെബിലിറ്റി? കാരണം due to the presence of 2'OH that make 2'OH is present in the ribose sugar that make the RNA unstable, catalytic and reactive. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് നൈട്രജൻ ബേസ് പെയറിംഗ്. നൈട്രജൻ ബേസ് പെയറിംഗ് എപ്പോഴും ആലോചിക്കുക, സുഹൃത്തുക്കളാണ് ഇവർ. ഇവർ ആരാണ് മക്കളെ? സുഹൃത്തുക്കളാണ്. എപ്പോഴും മനസ്സിലാക്കുക, പ്യൂരിന്റെ സുഹൃത്തായിരിക്കും പിരമിഡിൻ, പിരമിഡിന്റെ സുഹൃത്തായിരിക്കും പ്യൂരിൻ. പ്യൂരിന്റെ സുഹൃത്താണ് പിരമിഡിൻ, പിരമിഡിന്റെ സുഹൃത്താണ് പ്യൂരിൻ. അഡിനിന്റെ സുഹൃത്താണ് തൈമിൻ, അഡിനിന്റെ സുഹൃത്ത് തൈമിൻ, തൈമിന്റെ സുഹൃത്ത് അഡിനിൻ. ഇവന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ടാണ്, 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും ഇവന്മാർക്കിടയിൽ. അപ്പൊ അഡിനിന്റെ സുഹൃത്താണ് തൈമിൻ, തൈമിന്റെ സുഹൃത്താണ് അഡിനിൻ. ഗ്വാനിന്റെ സുഹൃത്താണ് സൈറ്റോസിൻ, ഗ്വാനിന്റെ സുഹൃത്താണ് സൈറ്റോസിൻ, സൈറ്റോസിന്റെ സുഹൃത്താണ് ഗ്വാനിൻ. ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും ഇവന്മാർക്കിടയിൽ. അതെന്താ സാർ? യുറാസിലെ കാര്യം പറഞ്ഞുതരാം. അത് RNA അല്ലേ കാണുന്നത്. അപ്പൊ നമുക്ക് അഡിനിന്റെ സുഹൃത്ത് തൈമിൻ, തൈമിന്റെ സുഹൃത്ത് അഡിനിൻ, ഗ്വാനിന്റെ സുഹൃത്ത് സൈറ്റോസിൻ, സൈറ്റോസിന്റെ സുഹൃത്ത് ഗ്വാനിൻ. എപ്പോഴും മനസ്സിലാക്കുക, പ്യൂരിന്റെ സുഹൃത്താണ് പിരമിഡിൻ, പിരമിഡിന്റെ സുഹൃത്താണ് എന്ത്? പ്യൂരിൻ. ഇനി നമ്മൾ നേരെ DNA സ്ട്രക്ചറിലേക്ക് കടക്കാൻ പോകും. എന്തിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കാൻ പോകും? DNA സ്ട്രക്ചർ. അപ്പൊ ഒന്നുകൂടിയും പറയാം, ഒന്ന് ഓടിച്ചുവിടാം. DNA ഉണ്ടാക്കിയത് എത്ര ചെയിനുകൾ ചേർന്നിട്ടാ? 2 ചെയിനുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ള DNA. ഓരോ ചെയിനെയും വിളിക്കുന്ന പേര് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിനും ഉണ്ടാക്കിയത് ധാരാളം ന്യൂക്ലിയോടൈഡുകളാണ്. ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയത് ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ചേർന്നാണ്. ന്യൂക്ലിയോസൈഡ്, ഇനി ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും ചേർന്നതാണല്ലോ ന്യൂക്ലിയോടൈഡ്. ഇനി ന്യൂക്ലിയോസൈഡ് ഉണ്ടാക്കിയത് ആരൊക്കെ ചേർന്നിട്ടാ? ഷുഗറും നൈട്രോജനസ് ബേസും. അപ്പൊ നൈട്രോജനസ് ബേസും. ഓക്കെ, ഷുഗർ ഏതാ? DNA കാണുന്ന ഷുഗർ ഏതാ? DNAയുടെ ഷുഗറിന്റെ പേര് ഡിയോക്സി റൈബോസ്, 5 കാർബൺ ഉണ്ട്, അതുകൊണ്ട് പെൻഡോസ് ഷുഗർ അല്ലെ. RNA ഉണ്ട്, റൈബോസ് ഷുഗർ, അതും 5 കാർബൺ ഉണ്ട്, പെൻഡോസ് ഷുഗർ. എന്താ ഇവന്മാരുടെ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം? ഇവന്മാരിൽ രണ്ടാമത്തെ കാർബൺ OH ആണെങ്കിൽ അത് റൈബോസ് ആണ്, രണ്ടാം കാർബൺ ഹൈഡ്രജൻ ആണെങ്കിൽ ഡിയോക്സി റൈബോസ് ആണ്. DNA ആണ്, RNA ആണ് അൺസ്റ്റേബിൾ, RNA ആണ് അൺസ്റ്റേബിൾ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് 2'OH. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് എന്തിനെ കുറിച്ച് പഠിച്ചു? നൈട്രോജനസ് ബേസ്. 2 ടൈപ്പ് നൈട്രോജനസ് ബേസ്, പ്യൂരിൻ, പിരമിഡിൻ. പ്യൂരിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെ? അഡിനിനും ഗ്വാനിനും. അതിന്റെ സ്ട്രക്ചർ എങ്ങനെ? ഡബിൾ റിംഗ് ആയിരിക്കും. പിരമിഡിൻ എന്താ? സിംഗിൾ റിംഗ് ആയിരിക്കും. DNA കാണുന്ന നൈട്രോജൻ ബേസുകൾ ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതായത് തൈമിന് പകരം യുറാസിലായിരിക്കും ഏതിൽ വരിക എന്ന് പറയാം? RNA വരും. എപ്പോഴും മനസ്സിലാക്കുക. അടുത്തത് പ്യൂരിൻ ആൾവേസ് പെയർ വിത്ത് പിരമിഡിൻ. പ്യൂരിൻ എപ്പോഴും ആരുമായിട്ട് പെയർ ചെയ്യും? പിരമിഡിനായിട്ട് പെയർ ചെയ്യും. പിരമിഡിൻ ആൾവേസ് പെയർ വിത്ത് പ്യൂരിൻ. അല്ലാതെ പ്യൂരിനും പ്യൂരിനും തമ്മിൽ പെയർ ചെയ്യില്ല. ഓക്കെ, ഡബിൾ റിംഗും പെയറില്ല. ഡബിൾ റിംഗ് പെയർ വിത്ത് സിംഗിൾ റിംഗ് പെയർ വിത്ത് ഡബിൾ റിംഗ്. നോക്കൂ മക്കളെ, അഡിനിന്റെ സുഹൃത്ത് തൈമിൻ. അതുകൊണ്ടാണ് നൈട്രജൻ ബേസ് പെയർ എന്ന് പറഞ്ഞത്. അഡിനിന്റെ സുഹൃത്ത് തൈമിൻ, ഡബിൾ ബോണ്ട് ആണ്. തൈമിന്റെ സുഹൃത്ത് അഡിനിൻ, ഡബിൾ ബോണ്ട് ആണ്. ഗ്വാനിന്റെ സുഹൃത്ത് സൈറ്റോസിൻ, ട്രിപ്പിൾ ബോണ്ട് ആണ്. സൈറ്റോസിന്റെ സുഹൃത്ത് ഗ്വാനിൻ എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാൻ DNA സ്ട്രക്ചർ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ DNA സ്ട്രക്ചർ ഇവിടെ വരക്കാൻ പോകണം. മനസ്സിലായല്ലോ. അപ്പൊ DNA സ്ട്രക്ചറിലേക്ക് കടക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കയ്യിൽ പെന്നോ പേപ്പറോ എന്തെങ്കിലും കണ്ണിൽ എടുത്തു വെച്ചോളൂ. നല്ല എളുപ്പമാണ്. ഈ ചിത്രം വരക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈസിയാന്ന് തോന്നും, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ അത് വരക്കാൻ കഴിയും. മനസ്സിലായല്ലോ. അപ്പോൾ DNA സ്ട്രക്ചർ നമുക്കറിയാം. DNA ഉണ്ടാക്കിയത് എത്ര ചേഞ്ച് ചെയ്തിട്ടാ മക്കളെ? 2 ചേഞ്ച് ചെയ്തിട്ടാണ് DNA ഉണ്ടായത് അല്ലെ. 2 ചേഞ്ച് ചെയ്തിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? DNA ഉണ്ടായിട്ടുള്ളത്.
ഓരോ ചെയിനിനെയും വിളിക്കുന്ന പേരെന്താ മക്കളെ? ഓരോ ചെയിനിനെയും വിളിക്കുന്ന പേരാണ് പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്, ഇത് മറ്റൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അങ്ങനെ രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ഇങ്ങനെ ചുറ്റിയിട്ടാണ് എന്തുണ്ടായത്? DNA ഉണ്ടായിട്ടുള്ളത് അല്ലെ. DNA സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം കണ്ടത് അല്ല DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് അലങ്കോല പണികൾ നടത്തുകയാണ്, ഇതൊക്കെ എന്താണെന്നുള്ളത് പിന്നെ മനസ്സിലാവും. ഓക്കെ, ഈ ചിത്രത്തെ ഞാനൊന്ന് അൺവൈൻഡ് ചെയ്യാം, ഒന്ന് ലൂസ് ആക്കുക. അപ്പൊ എങ്ങനെ ഉണ്ടാവും ചിത്രം? എങ്ങനെ ഉണ്ടാവും ചിത്രം? ഇങ്ങനെ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഉണ്ടാവോ? ഇല്ലേ? ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതൊരു ചെയിനാണ്. ഈ ചെയിനെ വിളിക്കുന്നവര് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇത് മറ്റൊരു ചെയിനാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് DNA ചിത്രം. എങ്ങനെയാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആരെ പ്രപ്പോസ് ചെയ്ത്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഏത് വർഷം? 1953. അവർക്ക് ഈ സ്ട്രക്ചർ കണ്ടെത്താൻ വേണ്ടി സഹായകമായ ഒരു പഠനം ഏതായിരുന്നു? എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ബൈ മൗറീസ് വിൽക്കിൻസ് ആൻഡ് റൊസാലിൻ ഫ്രാങ്ക്ലി. അവരായിരുന്നു സഹായിച്ചിരുന്നത്. അവരുടെ പഠനമായിരുന്നു സഹായിച്ചിരുന്നത്. വേറെ ആളും കൂടി ഞാൻ പറഞ്ഞുതരാം. ബേസ് പെയറിംഗിന് സഹായിച്ച ഒരാളും കൂടി ഉണ്ട്, പറഞ്ഞുതരാം. അപ്പൊ DNA ഉണ്ടാക്കിയ രണ്ട് ചെയിൻ കൊണ്ടാണ് ഓരോ ചെയിനെയും വിളിക്കുന്നവര് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ അല്ലെ. അപ്പൊ ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ്, ഇത് വേറെ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ് അല്ല മക്കളെ. അപ്പൊ ഇതെന്താ സാറ് വരയ്ക്കുന്നത്? എന്താ ഇതെന്താണ് വരച്ചോണ്ടിരിക്കുന്ന സാധനം എന്താണ്? പറയൂ മക്കളെ, പറഞ്ഞോളൂ. അതെ, അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുത്തുകൾ അല്ലേ. ഈ മുത്തുകളെ വിളിക്കുന്ന പേരെന്താണ്? നമ്മുടെ ബയോളജിയിൽ ഈ മുത്തിനെ വിളിച്ച പേരെന്താ? ന്യൂക്ലിയോടൈഡുകൾ. എന്ത് മക്കളെ? ന്യൂക്ലിയോടൈഡുകൾ. അപ്പൊ ഒരു DNA ഉണ്ടാക്കിയത് രണ്ട് ചെയിനുകൾ കൊണ്ടാണ്. ആ ചെയിനിനെ വിളിക്കുന്ന പേരാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ഇത് മറ്റൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിനും ഉണ്ടാക്കിയിരിക്കുന്നത് ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ട് അല്ലെ. അപ്പൊ ഇതൊരു ന്യൂക്ലിയോടൈഡ് അങ്ങനെ കുറെ ന്യൂക്ലിയോടൈഡുകൾ വരച്ചു കഴിഞ്ഞാൽ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അപ്പൊ ആദ്യം ആരെ വരക്കാൻ പോവാണ്? ഈ ഒരു മുത്തുമണിയെ വരക്കാൻ പോവാണ്. ഏത് മുത്തുമണി? ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് വരക്കും, പിന്നെ ഇത് വരക്കും. അവസാനം DNA സ്ട്രക്ചർ ആയി മാറും. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ആരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം? ഒരു ന്യൂക്ലിയോടൈഡ്. പറയൂ മക്കളെ, ന്യൂക്ലിയോടൈഡ് ഇക്വേഷൻ എന്താ? ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ്. അതിന് ന്യൂക്ലിയോസൈഡ് വരക്കണ്ടേ? അപ്പൊ ആരാ ന്യൂക്ലിയോസൈഡിന്റെ ഇക്വേഷൻ എന്താ? ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. ഷുഗർ പ്ലസ് നൈട്രോജനസ് ബേസ്. അപ്പൊ DNA ഷുഗർ ഏതാ മക്കളെ? ഡിയോക്സി റൈബോസ്. അതിന് ഞാൻ വരയ്ക്കാണ്. ഇതാ വരയ്ക്കുന്നു സുഹൃത്തുക്കളെ, വരയ്ക്കുന്നു. ഡിയോക്സി റൈബോസിന്റെ ചിത്രം വരച്ചു. മനസ്സിലായല്ലോ? ഡിയോക്സി റൈബോസ് മനസ്സിലായില്ലേ സർ? മക്കളെ, ഈ ഒരു മുത്തിന്റെ പേരെന്താ? ന്യൂക്ലിയോടൈഡ് വരക്കണമെങ്കിൽ ആരൊക്കെ വേണം? ന്യൂക്ലിയോസൈഡ് വേണം, ഫോസ്ഫേറ്റ് വേണം. ന്യൂക്ലിയോസൈഡ് വരക്കണമെങ്കിൽ ഷുഗർ വേണം, നൈട്രജൻ ബേസ് വേണം. അപ്പൊ നമുക്ക് ന്യൂക്ലിയോടൈഡ് എങ്ങനെയാക്കാം? ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. അപ്പൊ ആദ്യം എന്ത് വരച്ചു? ഒരു ന്യൂക്ലിയോടൈഡ് വരക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഷുഗർ വേണം. DNA ഷുഗർ ഏതാ? ഡിയോക്സി റൈബോസ്. ഒരു ഷുഗർ വരച്ചു. ഡയഗ്രമാറ്റിക് സ്കെച്ച് ആണ്. ഷുഗർ വരച്ചു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഷുഗർ വരച്ചു. ഇനി അതിന് ശേഷം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ഷുഗറിന്റെ ഇതാണല്ലോ ഷുഗർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ യെസ് എന്നിട്ടു. ഈ ഷുഗറിന്റെ ഒന്നാമത്തെ കാർബൺ ഏതാ? ഇത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്ന് കാണിച്ചുതരാം, ഒന്നുകൂടി കാണിച്ചുതരാം. ഇത് ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ, അഞ്ചാമത്തെ കാർബൺ ഇങ്ങനെ തള്ളി നിൽക്കുക അല്ലെ. CH2 C ആണ് അഞ്ചാമത്തെ കാർബൺ. അപ്പൊ 5 കാർബൺ ഉണ്ട് പെന്റോസ് ഷുഗർ, DNA-ലും RNA-ലും അല്ലെ. എന്താ വ്യത്യാസം? ഇവിടെ രണ്ടാമത്തെ കാർബണിൽ H ആണെങ്കിൽ അത് ഡിയോക്സി റൈബോസ്, രണ്ടാമത്തെ കാർബണിൽ OH ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റൈബോസ് അല്ലെ. ദാറ്റ് ഈസ് വൈ RNA അൺസ്റ്റേബിൾ ആണ്, കാറ്റലൈറ്റിക് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ല മക്കളെ. അതെ, ഇനി നോക്ക് മക്കളെ, ഷുഗർ വരച്ചു കഴിഞ്ഞു, ഷുഗർ വരച്ചു, പഞ്ചസാര വരച്ചു. ഇനി എന്ത് വരയ്ക്കാൻ? നൈട്രജൻ ബേസ് വരയ്ക്കണം അല്ലെ. നൈട്രജൻ ബേസ് ഡയഗ്രമാറ്റിക് സ്കെച്ച് ആണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ, DNA കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഞാൻ ആദ്യം അഡിനിൻ വരയ്ക്കാണ്. അഡിനിൻ വരയ്ക്കുക. എവിടെയാ സാർ അഡിനിൻ വരയ്ക്കേണ്ടത്? ശ്രദ്ധിച്ചു കേൾക്കാട്ടോ. ഷുഗറിന്റെ ഒന്നാമത്തെ കാർബൺ, DNA ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ ഒരു OH ഉണ്ട്. ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ എന്തുണ്ട് മക്കളെ? ഒരു OH ഉണ്ട്. ആ OH-ന്റെ മുകളിലേക്കാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുന്നത്. മനസ്സിലായെങ്കിൽ ആയി, ഇല്ലെങ്കിൽ ഇല്ല. ഗുഡ് മക്കളെ, ഡിസ്കസ് ചെയ്യുന്ന സാധനം എന്താണ്? പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളെ കുറിച്ചാണ് അല്ലെ. ഈ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാക്കിയ ഇതേ ചിത്രം ഒന്ന് തിരിച്ച ചിത്രമല്ലേ ഇത്? ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ഇത് മറ്റൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ മുത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡുകൾ. ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കണമെങ്കിൽ ആരൊക്കെ വേണം? ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും വേണം. ഈ ന്യൂക്ലിയോസൈഡ് പൊട്ടിച്ചെയ്തതല്ലേ ഇത്? ആദ്യം എന്ത് വരക്കണം? ഷുഗർ വരക്കണം. DNA ഷുഗർ ഏതാ? ഡിയോക്സി റൈബോസ് വരച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് എന്ത് വരക്കണം? ഡിയോക്സി റൈബോസ് കഴിഞ്ഞ് നൈട്രജൻ ബേസ്. DNA നൈട്രജൻ ബേസ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഞാൻ ഒന്ന് തൽക്കാലം എടുക്കാണ്, അഡിനിൻ എടുത്തു. എപ്പോഴും മനസ്സിലാക്കാം, ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിലെ OH-ന് മുകളിലേക്കാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുന്നത്. A stand for അഡിനിൻ. അപ്പൊ ഈ ഷുഗറിന്റെ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിന്റെ OH-ന് മുകളിലേക്കാണ് എന്ത് അറ്റാച്ച് ചെയ്തത്? അഡിനിൻ അറ്റാച്ച്. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് നിട്ടു.
ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്തുക്കളെ, ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് അല്ലെങ്കിൽ എൻ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്ന് വിളിക്കും. അപ്പൊ ഷുഗറിനെയും നൈട്രജൻ ബേസിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ബോണ്ടിന്റെ പേരാണ് എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇപ്പൊ ഇതെന്താ, ഷുഗറായി നൈട്രജൻ ബേസ് ആയി. ഷുഗറിനെയും നൈട്രജൻ ബേസിനെയും വിളിക്കുന്ന പേരെന്താ, ന്യൂക്ലിയോസൈഡ്. എന്തു മക്കളെ, ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ്, ടൈഡ് അല്ല, സൈഡ്. അപ്പൊ ഏതൊക്കെ അറ്റാച്ച് ചെയ്തു മക്കളെ, ഷുഗറും അഡിനിനും അറ്റാച്ച് ചെയ്തപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ അഡിനോസിൻ. എന്ത് മക്കളെ, അഡിനോസിൻ. ചെറിയൊരു പേര് വ്യത്യാസം ഉണ്ട് കേട്ടോ, അതെന്താന്ന് സാറ് പറഞ്ഞുതരാം. ഡിയോക്സി അഡിനോസിൻ എന്നും പറയും, ഡിയോക്സി അഡിനോസിൻ എന്ന് പറയും. എന്താ സാർ തമ്മിലെ വ്യത്യാസം? ഇവിടെ റൈബോസ് ഷുഗറും ഇവിടെ അഡിനിനുമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അഡിനോസിൻ. ഇവിടെ ഡിയോക്സി റൈബോസ് ആയതുകൊണ്ട് ഡിയോക്സി അഡിനോസിൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. S stand for sugar. ഷുഗറിൽ ഇവിടെ DNA-ക്ക് പകരം RNA ഷുഗറിന്റെ പേരെന്താ, റൈബോസ്. റൈബോസ് ഷുഗറും അഡിനിനുമാണ് ഇവിടെ എങ്കിൽ അതിനെ വിളിക്കും അഡിനോസിൻ. ഡിയോക്സി റൈബോസും അഡിനിനുമാണെങ്കിൽ ഡിയോക്സി അഡിനോസിൻ. ചുരുക്കി പറയട്ടെ, RNA-യിലുള്ള ന്യൂക്ലിയോസൈഡിൽ അഡിനോസിൻ എന്ന് പറയും. DNA-യിലുള്ള ന്യൂക്ലിയോസൈഡ് ആണെങ്കിൽ ഡിയോക്സി അഡിനോസിൻ എന്ന് പറയും. മനസ്സിലാക്കി തരാം, ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ഷുഗർ പ്ലസ് ഗ്വാനിൻ ആണെങ്കിൽ ഗ്വാനോസിൻ. മറ്റൊരു പേര് ഡിയോക്സി ഗ്വാനോസിൻ. മറ്റൊരു പേരല്ല, മറ്റേ കെമിക്കൽ നെയിമാണ്. മനസ്സിലായില്ല മക്കളെ? ഈ ഷുഗർ ഇവിടെ ഡിയോക്സി റൈബോസ് ആണ് ഉള്ളത്. ഈ ഷുഗർ ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഡിയോക്സി റൈബോസും അഡിനിനും ആണെങ്കിൽ ഡിയോക്സി അഡിനോസിൻ. ഈ ഷുഗറിന് പകരം RNA ആണ് അവിടെ ഉള്ളതെങ്കിൽ അഡിനോസിൻ. RNA-യും ഗ്വാനിനും, RNA-യിലെ ഷുഗർ ഏതാണ്, റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗറും ഗ്വാനിനുമാണ് ഉള്ളതെങ്കിൽ ഗ്വാനോസിൻ. ഡിയോക്സി റൈബോസ് ഷുഗർ ഏതിലാ, DNA-യിലെ ഷുഗറും ഗ്വാനിനുമാണ് ഉള്ളതെങ്കിൽ അതിന് ഡിയോക്സി ഗ്വാനോസിൻ. RNA-യിലെ ഷുഗറായ റൈബോസ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. നമ്മൾ RNA ആണ് വരയ്ക്കുന്നത് വിചാരിക്കാം. RNA-യും ഇതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ലല്ലോ. ന്യൂക്ലിയോടൈഡുകൾ ഒരു ഒറ്റ എഴുതാന്നുള്ള മാത്രമേ ഉള്ളൂ, ഒറ്റ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ മാത്രമേ ഉള്ളൂ മക്കളെ. ഇവിടെ ഷുഗറിന് പകരം ഷുഗർ ഡിയോക്സി റൈബോസും ഇവിടെ അഡിനിനുമാണെങ്കിൽ ഡിയോക്സി അഡിനോസിൻ. ഈ ഷുഗറിന് പകരം റൈബോസും അഡിനിനുമാണെങ്കിൽ അഡിനോസിൻ. ഷുഗർ ഡിയോക്സി റൈബോസും ഇവിടെ ഗ്വാനിനുമാണ് വന്നെങ്കിൽ ഡിയോക്സി ഗ്വാനോസിൻ. ഈ ഷുഗറിന് പകരം റൈബോസ് ആണ് വന്നതെങ്കിൽ റൈബോസും ഗ്വാനിനും ആണെങ്കിൽ ഗ്വാനോസിൻ. മനസ്സിലായ? ഇനി അടുത്ത് നോക്കും മക്കളെ, ഷുഗർ പ്ലസ് സൈറ്റോസിൻ ആണ് വന്നതെങ്കിൽ അതിനെ വിളിക്കും സൈറ്റിഡിൻ. എന്ത് മക്കളെ, സൈറ്റിഡിൻ. വേറെ പേര് ഡിയോക്സി സൈറ്റിഡിൻ എന്ന് പറയും. എന്താ സാർ അങ്ങനെ ഒരു പേര്? ഇതൊക്കെ ഇസിൻ, ഇവിടെ ഇഡിൻ എന്നായത്. ആലോചിച്ച് നോക്കും മക്കളെ. പ്യൂരിൻ, അഡിനോസിൻ, അഡിനിനും ഗ്വാനിനും. പിരമിഡിൻ വന്നപ്പോൾ തൈമിനും സൈറ്റോസിനും യുറാസിലേക്ക് വരുമ്പോൾ അതിനപ്പോൾ ഇഡിൻ എന്നുള്ള പേര് ചേർക്കുക. ഇഡിൻ. നോക്കു മക്കളെ, സൈറ്റോസിൻ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്, പിരമിഡിൽ വരുന്നതാണ്. അപ്പൊ സൈറ്റിഡിൻ, തൈമിഡിൻ, യൂറിഡിൻ, അഡിനോസിൻ, ഗ്വാനോസിൻ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഭയങ്കര എളുപ്പമാണ്. ഇനി അടുത്ത് നോക്ക്, ഇവിടെ DNA-യുടെ ഷുഗർ ആണ് വിചാരിക്കുക. S stand for sugar. DNA-യുടെ ഷുഗർ ഏതാ, ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറും സൈറ്റോസിനും ആണെങ്കിൽ ഡിയോക്സി സൈറ്റിഡിൻ. RNA-യിലെ ഷുഗർ ആയ റൈബോസും സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റിഡിൻ. ഇനി അടുത്ത് നോക്കും മക്കളെ, അടുത്ത കേസ് ഷുഗർ പ്ലസ് തൈമിൻ ആണ് വന്നതെങ്കിൽ എന്താ പറയാ, എന്താ വിളിക്കുക, തൈമിഡിൻ എന്നല്ല വിളിക്കുക, ഡിയോക്സി തൈമിഡിൻ എന്നാ വിളിക്കുക. എന്താ സാറേ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് ചോദ്യം ഉണ്ടെങ്കിൽ ആലോചിക്കുക. തൈമിൻ എന്ന് പറയുന്നതിന്റെ തൈമിൻ എപ്പോഴും ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ, ഡിയോക്സി റൈബോസുമായിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. കാരണം തൈമിൻ ഏതിനകത്തില്ല, RNA-യിലില്ല, ഏതിലുള്ളൂ, DNA. അപ്പൊ അതിന്റെ പേര് എന്തായിരിക്കും, ഡിയോക്സി തൈമിഡിൻ. അപ്പൊ യുറാസിലാണെങ്കിൽ ആരപ്പ അറ്റാച്ച് ചെയ്യാൻ ഷുഗർ, അതിന് പേര് ഡിയോക്സി യൂറിഡിൻ എന്നല്ല, അതിന് പേര് യൂറിഡിൻ എന്ന് മാത്രമേ വരുള്ളൂ. എന്തുകൊണ്ടാണ് യൂറിഡിൻ എന്ന് മാത്രം ഉള്ളത്? ഡിയോക്സി യൂറിഡിൻ എന്ന് വരാത്ത എന്താ, യുറാസിൽ ഏതിലും മാത്രമേ കാണുള്ളൂ, RNA-യിൽ മാത്രമേ കാണുള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്, ആദ്യം 2 പോളിന്യൂക്ലിയോടൈഡ് വരച്ചു. കഴിഞ്ഞിട്ടില്ല കേട്ടോ, തുടങ്ങാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആണോ? ഓരോ മുക്കും മൂലം വരച്ചിട്ട് നമ്മൾ പോകുള്ളൂ. ക്ലാസ്സിന്റെ പേര് NV's ബയോളജി ക്ലാസ്സസ്. ഒരു പരസ്യം കേട്ടോ.
ഓക്കെ, അപ്പൊ ഒരു DNA ഉണ്ടാക്കിയത് എത്ര ചെയിൻ കൊണ്ടാണ്? 2 ചെയിൻ. ഓരോ ചെയിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഓരോ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാക്കി ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ചെന്നിട്ടാ ഒരു ന്യൂക്ലിയോടൈഡ് ഇക്വേഷൻ എന്താ? ഒരു ന്യൂക്ലിയോടൈഡ് ഇക്വേഷൻ ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് അല്ലെ? ആദ്യം ന്യൂക്ലിയോസൈഡ് വരക്കണമെങ്കിൽ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് വേണം. അപ്പൊ ആദ്യം ഷുഗർ വരച്ചു, DNA ഷുഗർ പേര് ഡിയോക്സിറൈബോസ്. നൈട്രജൻ ബേസ് വരച്ചു അല്ലെ? നൈട്രജൻ ബേസ് വരച്ചു. ഒരു ഷുഗർ വരച്ചു, നൈട്രജൻ ബേസ് വരച്ചു. എപ്പോഴും മനസ്സിലാക്കാം, ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിലെ OH, ഷുഗർ ഇതാ, അതിന്റെ ഒന്നാമത്തെ കാർബൺ ഇതാ ഒന്നാമത്തെ കാർബൺ, അതിന് മുകളിൽ OH, ആ OH മുകളിലേക്കാണ് എന്ത് അറ്റാച്ച് ചെയ്യാൻ? നൈട്രജൻ ബേസ്. അവ തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്നവരാ എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട്. അപ്പൊ ഒരു ഷുഗറായി ഒരു നൈട്രജൻ ബേസ് ആയി, ഒരു ഷുഗറായി ഒരു നൈട്രജൻ ബേസ് ആയി. എന്നെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. അപ്പൊ ന്യൂക്ലിയോസൈഡ് ഇക്വേഷൻ എന്താ? ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. അതിന് പേരുകളുണ്ട്, കുറെ പേരുകളുണ്ട്. ഈ ഷുഗറിന്റെ അപ്പോൾ ഞാൻ ഡിയോക്സി റൈബോസ് ആണെന്ന് വിചാരിക്കാം, DNA പഞ്ചസാര വിചാരിക്കാം. അപ്പൊ DNA പഞ്ചസാര ഡിയോക്സി റൈബോസും, അഡിനിന് വന്ന ഡിയോക്സി അഡിനോസിൻ, ഗ്വാനിൻ വന്ന ഡിയോക്സി ഗ്വാനോസിൻ, തൈമിൻ വന്ന ഡിയോക്സി തൈമിഡിൻ, സൈറ്റോസിൻ വന്ന ഡിയോക്സി തൈമിഡിൻ, സൈറ്റോസിൻ വന്ന സൈറ്റിഡിൻ. എന്തുകൊണ്ടാണ് യൂറിഡിൻ എന്നുള്ള പേര് വരാത്തത്? എന്തുകൊണ്ടാണ് അഡിനിന് വരുമ്പോൾ അഡിനോസിൻ, ഡിയോക്സി അഡിനോസിൻ, ഡിയോക്സി ഗ്വാനോസിൻ, ഡിയോക്സി തൈമിഡിൻ, ഡിയോക്സി സൈറ്റിഡിൻ എന്ന് പറയുന്നത്? ഇവിടെ അഡിനോസിൻ, ഗ്വാനോസിൻ, ഇവിടെ തൈമിഡിൻ, സൈറ്റിഡിൻ, ഇതൊക്കെ എന്താ മക്കളെ? പിരമിഡിൻ ആണ്. ഇത് പ്യൂരിൻ എന്നാണ്. അതുകൊണ്ട് ഇന്നും ഇഡിൻ എന്നുള്ള പേര് പഠിക്കാൻ മക്കൾ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഞാൻ റൈബോസ് ഷുഗർ ആണെന്ന് വിചാരിച്ചോ, റൈബോസ് ഷുഗർ വിചാരിച്ചോ. അപ്പൊ റൈബോസ് ഷുഗറിന്റെ അപ്പൊ റൈബോസ് ഷുഗറിന്റെ അപ്പൊ അഡിനിൻ അറ്റാച്ച് ചെയ്താൽ അതിന് അഡിനോസിൻ എന്നും, റൈബോസ് ഷുഗറിന്റെ അപ്പൊ ഗ്വാനിൻ അറ്റാച്ച് ചെയ്താൽ ഗ്വാനോസിൻ എന്നും, റൈബോസ് ഷുഗറിന്റെ അപ്പൊ സൈറ്റോസിൻ അറ്റാച്ച് ചെയ്ത സൈറ്റിഡിൻ എന്നും, റൈബോസ് ഷുഗറിന്റെ അപ്പൊ യുറാസിൽ അറ്റാച്ച് ചെയ്ത യൂറിഡിൻ എന്നും പറയും. എന്തുകൊണ്ടാണ് സാറേ തൈമിൻ പറയത്തെ? RNA കാണുന്ന ഷുഗറാണ് റൈബോസ്. ഇനി DNA ഷുഗർ ഡിയോക്സി റൈബോസ്. ഡിയോക്സി റൈബോസും അഡിനിനും ആണെങ്കിൽ ഡിയോക്സി അഡിനോസിൻ, ഡിയോക്സി റൈബോസും ഗ്വാനിനും ആണെങ്കിൽ ഡിയോക്സി ഗ്വാനോസിൻ, ഡിയോക്സി റൈബോസും പിന്നെ സൈറ്റോസിനും ആണെങ്കിൽ ഡിയോക്സി സൈറ്റിഡിൻ, ഡിയോക്സി റൈബോസും തൈമിനാണെങ്കിൽ ഡിയോക്സി തൈമിഡിൻ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? അപ്പൊ അഡിനോസിൻ, ഗ്വാനോസിൻ, ഡിയോക്സി അഡിനിൻ, തൈമിഡിൻ അങ്ങനെയൊക്കെ പേര് കേൾക്കുമ്പോൾ അപ്പൊ തന്നെ ആലോചിക്കുക അതെന്താണ്? ന്യൂക്ലിയോസൈഡ് ആണ്. ഇപ്പൊ നമ്മൾ എന്തേ വരച്ചിട്ടുള്ളൂ മക്കളെ? ന്യൂക്ലിയോസൈഡുകളെ വരച്ചിട്ടുള്ളൂ. ഇനി അതിനെ എന്താക്കണം? ന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റണം. അപ്പൊ വായിച്ചോട്ടെ. അങ്ങനെ നമ്മൾ എന്തുണ്ടാക്കി മക്കളെ? ന്യൂക്ലിയോസൈഡ് ഉണ്ടാക്കി. ന്യൂക്ലിയോസൈഡ് ഇക്വേഷൻ എന്താ മക്കളെ? ന്യൂക്ലിയോസൈഡ് ഇക്വേഷൻ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. ഇതാ ഷുഗർ, ഇതാ നൈട്രജൻ ബേസ്. ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ OH മുകളിലേക്ക് നമ്മുടെ മുത്തുമണിയായ നൈട്രജൻ ബേസ് ആയ അഡിനിൻ അറ്റാച്ച് ചെയ്തു. ഇവരെ വിളിക്കുന്ന പേരാണ് ഡിയോക്സി അഡിനോസിൻ എന്ന് പറയും. ഇവിടെ റൈബോസും ഇവിടെ അഡിനിനും ആണെങ്കിൽ അതിനെ വിളിക്കുന്ന അഡിനോസിൻ എന്ന് പറയും അല്ലെ? 2 കാര്യങ്ങൾ വരും. അപ്പൊ ന്യൂക്ലിയോസൈഡ് ഇതിന്റെ അടുത്ത ബോണ്ടിന്റെ പേരെന്താ മക്കളെ? എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഇനി അടുത്തത് മക്കളെ, അടുത്തത് ന്യൂക്ലിയോസൈഡ് ആയി. ഇനി എന്താണ്? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യണം. എന്ത് അറ്റാച്ച് ചെയ്യണം? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യണം. അല്ലെ? ഇനി ശ്രദ്ധിച്ചു കേൾക്ക്. ഇതല്ലേ ഷുഗർ? ഷുഗറിന്റെ പേരെന്താ മക്കളെ? ഷുഗറിന്റെ പേര് പഞ്ചസാരയാണോ? അല്ല, ഡിയോക്സി റൈബോസ്. ആ ഡിയോക്സി റൈബോസിന്റെ 5ാമത്തെ കാർബൺ മുകളിൽ OH ഇല്ലേ? ഈ 5ാമത്തെ കാർബൺ മുകളിൽ OH മുകളിലേക്കാണ് സുഹൃത്തുക്കളെ. 5ാമത്തെ കാർബണിന്റെ മുകളിൽ OH മുകളിലേക്ക് ആര് അറ്റാച്ച് ചെയ്യും മക്കളെ? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫോസ്ഫോ യസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ യസ്റ്റർ ബോണ്ട്. എന്ത് ബോണ്ട്? ഫോസ്ഫോ യസ്റ്റർ ബോണ്ട്. വല്ലതും മനസ്സിലായോ? ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്, അതിനെ വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയോസൈഡ്. ആ ന്യൂക്ലിയോസൈഡ് ആയി. അതിനുശേഷം ഈ ഷുഗറിന്റെ 5ാമത്തെ കാർബൺ മുകളിലുള്ള OH ഇല്ലേ? അത് 5ാമത്തെ കാർബൺ മുകളിൽ OH. ആ 5ാമത്തെ കാർബൺ മുകളിൽ OH ലേക്കാണ് നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ 5ാമത്തെ കാർബൺ മുകളിൽ OH മുകളിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. ഇവിടെ 5ാമത്തെ കാർബൺ ഉണ്ട് എന്ന് വിചാരിച്ചോ? അതിന് മുകളിൽ OH ലേക്ക് അറ്റാച്ച് ചെയ്തു. ഇപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ന്യൂക്ലിയോടൈഡ്. എന്ത് മക്കളെ? ന്യൂക്ലിയോടൈഡ്. അപ്പൊ എന്താ ന്യൂക്ലിയോടൈഡ് ഇക്വേഷൻ? ഞാനാണ് പഞ്ചസാര എന്ന് വിചാരിച്ചോളൂ. ഷുഗർ, നൈട്രജൻ ബേസ്. ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്നത് ന്യൂക്ലിയോസൈഡ്. ആ ന്യൂക്ലിയോസൈഡ് അല്ലെ? അതിനുശേഷം എന്ത് അറ്റാച്ച് ചെയ്തു? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് അല്ലെ? അപ്പൊ എന്താ ഒരു ന്യൂക്ലിയോടൈഡ് ഇക്വേഷൻ? ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്. അതിന് വിളിക്കുന്ന പേര് എന്താണ്? ന്യൂക്ലിയോസൈഡ്. അതിനുശേഷം ഫോസ്ഫേറ്റ് 5ാമത്തെ കാർബൺ OH മുകളിൽ അറ്റാച്ച് ചെയ്താൽ അതിന് വിളിക്കുന്ന പേര് ന്യൂക്ലിയോടൈഡ്. ഇത്രയും കാര്യം മനസ്സിലായ മക്കളെ? ഇപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഡിയോക്സി അഡിനൈലിക് ആസിഡ്. ഡിയോക്സി അഡിനൈലിക് ആസിഡ്. ഗ്വാനിൻ വന്ന ഡിയോക്സി ഗ്വാനൈലിക് ആസിഡ്. തൈമിൻ വന്ന ഡിയോക്സി തൈമിഡൈലിക് ആസിഡ്. അങ്ങനെയാണ് മക്കളെ ആസിഡ് ആയത് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തുകൊണ്ട്. അപ്പൊ ഇവിടെ ഷുഗർ, ഇപ്പൊ ഉദാഹരണമായി പറയും, ഇവിടെ റൈബോസ് ഷുഗർ പ്ലസ് അഡിനിൻ പ്ലസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ അഡിനൈലിക് ആസിഡ്.
അഡിനൈലിക് ആസിഡ്. ന്യൂക്ലിയോസൈഡ് എങ്ങനെ ന്യൂക്ലിയോടൈഡ് ആയി മക്കളെ? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തപ്പോൾ എന്താ ഈ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസിഡാണ്. DNA ആസിഡ് ആകാനുള്ള കാരണം DNA നെഗറ്റീവ്ലി ചാർജ് ആവാനുള്ള കാരണം എന്ത് അറ്റാച്ച് ചെയ്തോണ്ടാ? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തോണ്ടാ. ഇപ്പൊ ഇവിടെ റൈബോസ് ആയതുകൊണ്ട് റൈബോസ് അഡിനിന് ഫോസ്ഫേറ്റ് ആയ അഡിനൈലിക് ആസിഡ്. ഇനി ഇവിടെ ഡിയോക്സി റൈബോസ് വിചാരിച്ചോളൂ. ഡിയോക്സി റൈബോസ് പ്ലസ് അഡിനിന് പ്ലസ് ഫോസ്ഫേറ്റ് ന്യൂക്ലിയോടൈഡ് ആയാലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിയോക്സി അഡിനൈലിക് ആസിഡ്. ഡിയോക്സി അഡിനൈലിക് ആസിഡ്. ഇനി ഡിയോക്സി റൈബോസ് പ്ലസ് തൈമിന് പ്ലസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഡിയോക്സി തൈമിഡൈലിക് ആസിഡ്. ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഡിയോക്സി എന്താണ് അറിയാലോ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പൊ ആസിഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പൊ ആയിരിക്കും അതെന്തായിരിക്കും? ന്യൂക്ലിയോടൈഡ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ മക്കളെ, ഒരു ചോദ്യം, എക്സാമ്പിൾ അല്ല കേട്ടോ, ചോദ്യം. അഡിനോസിൻ, ഗ്വാനോസിൻ, തൈമിഡിൻ, സൈറ്റിഡൈലിക് ആസിഡ്. ഇതിൽ ഒറ്റപ്പെട്ടത് ഏത്? ഫൈൻഡ് ദ ഓഡ് വൺ. ഏതായിരിക്കും? അഡിനോസിനും ഗ്വാനോസിനും തൈമിഡിനും ഒക്കെ എന്താണ്? ന്യൂക്ലിയോസൈഡുകളാണ്. സൈറ്റിഡൈലിക് ആസിഡ് എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. എങ്ങനെ മനസ്സിലായി? എന്ത് അറ്റാച്ച് ചെയ്തോണ്ട്? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തോണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ, പേരുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ OH-ലേക്ക് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്തു. ഏത് ബോണ്ട് പോയി? എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട്. അതേപോലെ ഷുഗറിന്റെ അഞ്ചാമത്തെ കാർബണിന്റെ OH-ന് മുകളിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് ഏത് ബോണ്ട് പോയി? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് പോയി. ഇപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. എന്ത് ന്യൂക്ലിയോടൈഡ്? അഡിനിൻ ന്യൂക്ലിയോടൈഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഡിയോക്സി അഡിനൈലിക് ആസിഡ് അങ്ങനെ വിളിക്കാം. ഡിയോക്സി അഡിനൈലിക് ആസിഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഒരു ന്യൂക്ലിയോടൈഡ് ആയില്ല മക്കളെ. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ് വരയ്ക്കാം. ഒരു ന്യൂക്ലിയോടൈഡ് ഇക്വേഷൻ നല്ല എളുപ്പമാട്ടോ. ഒരു ഷുഗർ വരച്ചു. ഇതാട്ടോ വരയ്ക്കുന്ന രണ്ടാമത്തത്. ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിന്റെ മൂടി ഞാൻ എന്ത് അറ്റാച്ച് ചെയ്തു? തൈമിൻ അറ്റാച്ച് ചെയ്തു. ഇതേത് ബോണ്ടാ മക്കളെ? ഇതേത് ബോണ്ടാ? എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട്. ഇവനെ വിളിക്കുന്ന പേരെന്താ? ഡിയോക്സി തൈമിഡിൻ എന്നാണ്. തൈമോസിൻ എന്നല്ല, തൈമിഡിൻ. കാരണം തൈമിൻ എന്ന് പറഞ്ഞാൽ ഏതിൽ വരുന്നതാണ്? പിരമിഡിൽ വരുന്നതാണ്. ഇതിനു ശേഷം ഷുഗറിന്റെ അഞ്ചാമത്തെ കാർബൺ OH-ന് കൂടെ എന്ത് അറ്റാച്ച് ചെയ്തു? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. ഇപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് തൈമിഡൈലിക് ആസിഡ് എന്ന് വിളിക്കാം. അല്ലെ, ഇത് കാണുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. എത്ര ന്യൂക്ലിയോടൈഡ് ആയി? 2 ന്യൂക്ലിയോടൈഡ് ആയി. അടിപൊളി. ഇനി മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡ് വരയ്ക്കൂ. നമ്മൾ എന്താ വരയ്ക്കുന്നത്? DNA അല്ലേ. അപ്പൊ ഈ മുത്തുമണി വരച്ചു. ഇതൊക്കെ പാടെ വരയ്ക്കാനൊന്നും എനിക്ക് ആവില്ല കേട്ടോ. ഞാൻ 2-3 വരച്ചു. അടുത്ത വരയ്ക്കൂ. ഗ്വാനിൻ അറ്റാച്ച് ചെയ്തു. ഗ്വാനിൻ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഡിയോക്സി ഗ്വാനോസിൻ എന്ന് പറയും. ഡിയോക്സി ഗ്വാനോസിൻ. എന്തുകൊണ്ടാ? അഡിനിനും ഗ്വാനിനും മേല് വരുന്നതാ? പ്യൂരിനിൽ വരുന്നതാ അല്ലെ. ഇനി അടുത്ത ഇവൻ അഞ്ചാമത്തെ കാർബൺ OH-ന് മോഡ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വിളിക്കുന്നവൻ ഗ്വാനൈലിക് ആസിഡ്. എന്തുകൊണ്ടാ? ഇത് ന്യൂക്ലിയോടൈഡ്. ഒറ്റൊന്നും കൂടി വരയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ വരച്ചു. ഇനി ആരും വരയ്ക്കാണ്ട് അഡിനും തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലെ. ഇതിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഡിയോക്സി സൈറ്റിഡിൻ എന്ന് വിളിക്കും. ഡിയോക്സി സൈറ്റിഡിൻ. ഇഡിൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? പിരമിഡിൻ അറ്റാച്ച് ചെയ്തോണ്ട് അല്ലെ. ഇനി ഇതിന് അഞ്ചാമത്തെ കാർബണിൽ എന്ത് അറ്റാച്ച് ചെയ്തു മക്കളെ? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. മനസ്സിലായാലും. അപ്പൊ ഇതിനെ സൈറ്റിഡൈലിക് ആസിഡ് എന്ന് വിളിക്കാം. അപ്പൊ കുറെ ന്യൂക്ലിയോടൈഡുകളായി, ധാരാളം എന്തായി മക്കളെ? ന്യൂക്ലിയോടൈഡുകളായി മാറി. ഈ ന്യൂക്ലിയോടൈഡുകളെ കണക്ട് ചെയ്യണം. അപ്പൊ ഇതൊരു ന്യൂക്ലിയോടൈഡ്. എന്താ പേരുകൾ വെച്ച് പറയാം? അഡിനൈലിക് ആസിഡ്, തൈമിഡൈലിക് ആസിഡ്, ഗ്വാനൈലിക് ആസിഡ്, സൈറ്റിഡൈലിക് ആസിഡ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിച്ച് കേൾക്കാം. ഈ ഒരു ന്യൂക്ലിയോടൈഡിന്റെ മൂന്നാമത്തെ കാർബൺ ഇതല്ലേ? ഈ മൂന്നാമത്തെ കാർബണിലുള്ള OH-ഉം ഈ ഫോസ്ഫേറ്റും നമ്മളൊരു ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ ഇതിനകത്തുള്ള മൂന്നാമത്തെ കാർബണിലുള്ള OH-ഉം ഈ ഫോസ്ഫേറ്റും, ഇതിന് മൂന്നാമത്തെ കാർബണിലുള്ള OH-ഉം ഈ ഫോസ്ഫേറ്റും. മനസ്സിലായല്ലോ. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇതും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. രണ്ടിനും കൂടി വിളിക്കുന്ന പേര് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അപ്പോ ഈ ഒരു ബോണ്ടിന്റെ ഫലമായിട്ട് എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായി? 2 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായി. ഇതിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത് ന്യൂക്ലിയോടൈഡ്? ഡൈ ന്യൂക്ലിയോടൈഡ്. അങ്ങനെ ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടായി? പോളി ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായി. എന്ത് ന്യൂക്ലിയോടൈഡ് ഉണ്ടായി? പോളി ന്യൂക്ലിയോടൈഡ് ഉണ്ടായി. അപ്പൊ മനസ്സിലായാലോ. ആദ്യം ഷുഗർ വരച്ചു, നൈട്രജൻ ബേസ് വരച്ചു, എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട്. ഷുഗറിന്റെ അഞ്ചാമത്തെ കാർബണിന്റെ മുകളിൽ OH-ന് മുകളിലേക്ക് ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് ഫോസ്ഫേറ്റ് ബോണ്ട്. അങ്ങനെ ന്യൂക്ലിയോടൈഡുകൾ വരച്ചു. അതിനുശേഷം ഈ ന്യൂക്ലിയോടൈഡിന്റെ ഷുഗറിന്റെ മൂന്നാമത്തെ കാർബണിന് മുകളിൽ ഒരു OH ഉണ്ട്. അത് തൊട്ടടുത്ത ഫോസ്ഫേറ്റ് OH-മായി കണക്ട് ചെയ്തിട്ട് ഒരു ഫോസ്ഫേസ്റ്റർ ബോണ്ട്. രണ്ടിനും കൂടി ഇതൊരു ഫോസ്ഫേസ്റ്റർ ബോണ്ട്, ഇതൊരു ഫോസ്ഫേസ്റ്റർ ബോണ്ട്. രണ്ടിനും കൂടി വിളിക്കുന്ന പേര് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം, ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നത് ആരാ? ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ആരാ? ആരുമായിട്ട് കണക്ട് ചെയ്യാത്തത് ആരാ? ഫോസ്ഫേറ്റ്. അത് എത്രാമത്തെ കാർബണാ? 5ാമത്തെ കാർബൺ. അതുകൊണ്ട് അതിനെ വിളിച്ചു 5' എന്ന് പറയും. ഇതേപോലെ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആരാ? ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആരാ? 3ാമത്തെ കാർബണിന്റെ മുകളിൽ OH. ഇതിനെ വിളിക്കും 3' എന്ന് വിളിക്കും.
ഇവിടുത്തെ 3 ഇതെവിടെ പോയി, ഇവിടുത്തെ OH എവിടെ പോയി, തൊട്ടടുത്ത ഫോസ്ഫേറ്റ് ബൈൻഡ് ചെയ്തിട്ട് എന്തുണ്ടായി മാറി, അതൊരു ഫോസ്ഫേസ്റ്റർ ബോണ്ടായി മാറി. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ബോണ്ടുകൾ, ഷുഗറിന്റെയും നൈട്രജൻ ബേസിന്റെ ഇടയത്തെ ബോണ്ട് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഷുഗറിന്റെയും ഫോസ്ഫേറ്റിന്റെ ഇടയത്തെ ബോണ്ട് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ന്യൂക്ലിയോട്ടൈഡ്, ഇതൊരു ന്യൂക്ലിയോട്ടൈഡ്. ഈ ന്യൂക്ലിയോട്ടൈഡിന്റെ മൂന്നാമത്തെ കാർബണും ഇതിന്റെ ഇടയത്തെ ഒരു ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ, ഈ രണ്ട് ബോണ്ടിനെയും നിങ്ങൾക്ക് വിളിക്കാം 3' 5' ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. 3' 5' ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് പിടിക്കാൻ കാരണം ഇതിലെ മൂന്നാമത്തെയും ഇത് അഞ്ചാമത്തെ കാർബണിലല്ലേ ഫോസ്ഫേറ്റ് ഇല്ലേ, ആ അഞ്ചാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ഇതിലെ മൂന്നാമത്തെ കാർബണിലെ OH ബൈൻഡ് ചെയ്ത് 3' 5' ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അങ്ങനെ കുറെ ഇതെന്താണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഇതെന്താണ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഇതോ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്നത് ആരാ, ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആരാ, ഫോസ്ഫേറ്റ്. എത്രാമത്തെ കാർബൺ 5. അപ്പൊ ഇതിനെ 5' എന്ന് വിളിക്കാം, മറ്റേ 3' എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ. അപ്പൊ ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ ഒരറ്റത്ത് എന്തായിരിക്കും മക്കളെ, 5' ആയിരിക്കും, ഒരറ്റത്ത് എന്തായിരിക്കും 3'. അപ്പൊ ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആരാണ്, ഫോസ്ഫേറ്റ്. ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ആരാണ്, OH എന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ. ഇനി അടുത്ത സുഹൃത്തുക്കളിലേക്ക് കിടക്കാം. ഇപ്പൊ ഈ ഒരു ചെയിനലായിട്ടുള്ള എത്ര ന്യൂക്ലിയോട്ടൈഡ് 1 2 3 4 ഇനി ഇപ്പുറത്ത് വരക്കണ്ടേ, ഇപ്പുറത്തെ ന്യൂക്ലിയോട്ടൈഡ് വരക്കണ്ടേ. ഇനി ഇങ്ങോട്ട് നോക്കും മക്കളെ, നൈട്രജൻ ബേസ് പെയറിംഗ് ഒക്കെ മാഞ്ഞു പോയില്ലേ, നൈട്രജൻ ബേസ് പെയറിംഗ്, നൈട്രജൻ ബേസ് പെയർ, നൈട്രോജീനസ് ബേസ് പെയറിംഗ് ആണ്. അഡിനിന്റെ സുഹൃത്താരാ, തൈമിൻ. നോക്കൂ മക്കളെ, അഡിനിന്റെ സുഹൃത്താരാ മക്കളെ, തൈമിൻ. അഡിനിന്റെ സുഹൃത്ത് തൈമിൻ. തൈമിന്റെ സുഹൃത്താരാ നമുക്കറിയാം, അഡിനിൻ. ഗുവാനിന്റെ സുഹൃത്താരാ നമുക്കറിയാം, സൈറ്റോസിൻ. സൈറ്റോസിന്റെ സുഹൃത്താരാ നമുക്കറിയാം, ഗുവാനിൻ. ഇങ്ങനെയല്ലേ വരിക. അതെ, അഡിനിന് തൈമിന്റെ ഇടയത്തെ ബോണ്ട് ഏതാ, ഡബിൾ ബോണ്ട്. ഇതിന്റെ ഇടയിലോ ഡബിൾ ബോണ്ട്, ഇതിന്റെ ഇടയിലോ ട്രിപ്പിൾ ബോണ്ട്, ഇതിന്റെ ഇടയിലോ ട്രിപ്പിൾ ബോണ്ട്. അല്ല മക്കളെ, അഡിൻ എപ്പോഴും മനസ്സിലാക്കുക, പ്യൂരിൻ ആൾവേസ് പെയർ വിത്ത് പിരിമിഡിൻ, പിരിമിഡിൻ ആൾവേസ് പെയർ വിത്ത് പ്യൂരിൻ. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. എപ്പോഴും മനസ്സിലാക്കി, ഇതല്ലേ നൈട്രജൻ ബേസ്. അല്ല മക്കളെ, നൈട്രജൻ ബേസ് എപ്പോഴും ഷുഗറിന്റെ എത്രാമത്തെ കാർബണിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക, ഒന്നാമത്തെ കാർബൺ. ഇത് 2, ഇത് 3, ഇത് 4, അഞ്ചാമത്തെ കാർബൺ. ഇങ്ങനെയല്ലേ വരിക. എടോ അല്ലേ, ഇത് ഇങ്ങനെയാണ് വെച്ചതെങ്കിൽ നൈട്രജൻ ബേസ് അങ്ങോട്ട് പോലെ. അതായത് ഞാൻ ഒരാളെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഷെയ്ക്ക് ഹാൻഡ് ഇങ്ങനെയല്ലേ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് തരുമോ, ഇല്ല, ഒരിക്കലും അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് തരാൻ കഴിയില്ല അല്ലേ. അപ്പൊ ഷുഗറിന്റെ നൈട്രജൻ ബേസ്, ഷുഗറിന്റെ ഒന്നാമത്തെ കാർബണിലെ OH മുകളിലേക്കാണ് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുക. അപ്പൊ അത് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ടാവും. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കൂ, അഡിന്റെ സുഹൃത്ത് തൈമിൻ. അപ്പൊ ഇത് തലകുത്തനായി മനസ്സിലായല്ലോ എങ്ങനെയാന്നുള്ളത്, മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ടോക്ക്. അപ്പൊ ഇത് ഷുഗർ, ഇത് നൈട്രജൻ ബേസ്. ഏതാ നൈട്രജൻ ബേസ്, തൈമിൻ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് എന്താ, ഡിയോക്സി തൈമിഡിൻ. അല്ല, ഇത് മാത്രം നോക്ക്, ഡിയോക്സി തൈമിഡിൻ. ഇനി ഇവിടെ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യും, അഞ്ചാമത്തെ കാർബൺ ഫോസ്ഫേറ്റ്. ഇപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് എന്താ, ഡിയോക്സി തൈമിഡൈലിക് ആസിഡ് എന്ന് വിളിക്കാം. അതേപോലെ മറ്റൊന്ന് നോക്കുക, ഷുഗർ. എന്തുകൊണ്ട് തലകുത്തനെ വെച്ച് മനസ്സിലായാലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കൂലേ. ഫോസ്ഫേറ്റ് ഇതാ, ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്തു. ഇതെന്താ, അഡിനൈലിക് ആസിഡ്. ഇതെന്നടോ തലകുത്തനെ അല്ലേ. ഇങ്ങോട്ടൊക്കെ മറ്റേതിന്റെ അതേപോലെ തന്നെ, മറ്റേതിന്റെ അതേപോലെ. എന്താ വ്യത്യാസം, ഒരു വ്യത്യാസമില്ല. ഇങ്ങോട്ടൊക്കെ മക്കളെ, മറ്റേതിന്റെ അതേപോലെ തന്നെയല്ലേ, മറ്റേതിന്റെ അതേപോലെ തന്നെയല്ലേ. എന്താ വ്യത്യാസം, ഇവന്മാര് കണക്ട് ചെയ്തിട്ടുണ്ടോ, ഇല്ല. ഈ ബോണ്ടിന്റെ പേരെന്താ, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലെ. ഇതിന്റെ പേരെന്താ, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. അപ്പൊ നമുക്ക് എന്ത് ബോണ്ട് ഉണ്ടാക്കണം, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാക്കണ്ടേ. എങ്ങനെയാ, അപ്പൊ അതിന് എണ്ണം പഠിക്കണം. ഇത് എത്രാമത്തെ കാർബണാ, 1, ഇത് 2, ഇത് 3, 4, 5 അങ്ങനെയല്ലേ എണ്ണിക്കോളൂ. അപ്പൊ ഇതല്ലേ 1. എങ്ങനെ മനസ്സിലായി 1? ഷുഗറിന്റെ ഒന്നാമത്തെ കാർബൺ നമ്മുടെ OH-ലേക്കാണ് അഡിനിൻ അറ്റാച്ച് ചെയ്യാം. 1 2 3 4 5 ഇവിടെ, 5 ഇവിടെ, 5 ഇവിടെ കാണിക്കുന്നില്ല. 5 ഇതാണ്, ഇത് അതിന് മുകളിലെ OH അല്ലേ. അപ്പൊ നോക്ക്, ഇതിലെ മൂന്നാമത്തെയും ഇതിലെ അഞ്ചാമത്തെയും, മൂന്നാമത്തെയും അഞ്ചാമത്തെയും, മൂന്നാമത്തെയും അഞ്ചാമത്തെയും. ഇവിടെ ആരാ ഫ്രീ ആയിട്ട് കിടക്കുന്ന, OH. തൊട്ട് മുകളിലല്ലോ. ഇവിടെ ആരാ ഫ്രീ ആയിട്ട് കിടക്കുന്ന, ഫോസ്ഫേറ്റ്. അപ്പൊ ഫോസ്ഫേറ്റ് എത്രാമത്തെ കാർബണാണ് നമുക്കറിയാം, 5. അപ്പൊ ഇത് എന്ത് ഡാഷ്, 5'. ഇത് എന്ത് ഡാഷ്, 3'. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഒരു DNA-ല് ഈ ഭാഗം എന്തായിരിക്കും, 3', ഈ ഭാഗം എന്തായിരിക്കും, 5'. അപ്പൊ ഇതൊന്ന് മനസ്സിലായത് എന്താ, ഇവിടെ 3' ഉള്ളതിന്റെ അർത്ഥം എന്താ, അതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആരാണ്, OH ആണ്. ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് എന്താണ്, 5' ആണ്. സോറി, അഞ്ചാമത്തെ കാർബൺ ആണ്, ഫോസ്ഫേറ്റ് ആണ് അറ്റാച്ച് ചെയ്തത്. ഫോസ്ഫേറ്റ് ആണ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. മനസ്സിലായല്ലോ. ഇതാണ് എന്തിന്റെ സ്ട്രക്ചർ, DNA-യുടെ സ്ട്രക്ചർ. അല്ലടോ, കഴിഞ്ഞു. ആലോചിച്ച് നോക്ക്, കഴിഞ്ഞില്ലേ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ഇത് ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ, ഇത് മറ്റൊരു പോളിന്യൂക്ലിയോട്ടൈഡ്. ഇത് ഏത് ബോണ്ടാ, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇത് ഏത് ബോണ്ടാ, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞെങ്കിൽ
3' 5' ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇത് എത്രാമത്തെ? ഒന്ന്, ഇത് രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ, ഇത് നാലാമത്തെ കാർബൺ. അപ്പൊ മൂന്നാമത്തെയും അഞ്ചാമത്തെയും കാർബണിന്റെ ഇടയിലെ ഫോസ്ഫോഡൈസ്റ്റർ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത്, അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക DNA എന്താണ്? പാരലൽ ആണോ ആന്റി പാരലൽ ആണോ? നോക്ക് മക്കളെ, DNA ഒരറ്റം 5' ഒരറ്റം 3'. അതല്ലേ ഇത്? എത്ര ഉണ്ട്? 1 2 3 4 4 കുത്തുമകൾ വെച്ചോളൂ. 1 2 3 4 അല്ലെ? ഇവിടെ എങ്ങനെ ഉണ്ടാവുക? 3' 5' 1 2 3 4. അപ്പൊ ഇതെന്തായിരിക്കും? ഞാൻ വരച്ച ഈ സാധനങ്ങൾ എന്താ? ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇതൊരു ചെയിന്, ഇത് പാരലൽ ആണോ ആന്റി പാരലൽ ആണോ? ആന്റി പാരലൽ ആണ് ഇവർ അല്ലെ. ഒന്ന് 5' 3' ആണെങ്കിൽ മറ്റേ 3' 5' ആണ്. അല്ല മക്കളെ, ആണ്. ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഹൈഡ്രജൻ ബോണ്ട്. എന്ത് ബോണ്ട്? ഹൈഡ്രജൻ ബോണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിന്റെ ബോണ്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഏതാണ്? ഏത് ഭാഗമായിരിക്കും? 5' ആണോ 3' ഒക്കെ മനസ്സിലായി? 3' ആണ്. ഇത് ഏതാ? 5' ആണ്. ഇത് ഏതായിരിക്കും? ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നത് ഏതായിരിക്കും മക്കളെ? 3' ആയിരിക്കും. ഇതെങ്ങനെയായിരിക്കും? 5' ആയിരിക്കും അല്ലെ. അപ്പൊ DNA രണ്ട് ചെയിനും എന്തായിരിക്കും? പാരലൽ ആണോ ആന്റി പാരലൽ ആണോ? ആന്റി പാരലൽ ആയിരിക്കും അല്ലെ. ഇവന്മാർ തമ്മിൽ കണക്ട്, ഈ രണ്ട് ചെയിനുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അപ്പൊ ഈ സ്റ്റെപ്പുകൾ എന്താണ്? അതാണ് എന്ത് ബോണ്ട് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. എന്ത് ബോണ്ട് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അഡിനിനും തൈമിന്റെ ഇടയിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. തൈമിന്റെയും അഡിനിന്റെ ഇടയിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഗ്വാനിന്റെയും സൈറ്റോസിന്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്. സൈറ്റോസിന്റെയും ഗ്വാനിന്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ആയി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ടുകളൊക്കെ ഒന്ന് പഠിക്കണം. N-glycosidic bond, phosphoester bond, 3' 5' ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് മാത്സ് കണക്കുകളാണ്. അപ്പൊ DNA ചെയിൻ ഇത് ഇങ്ങനെയല്ലല്ലോ. ഈ ചിത്രമാണല്ലോ ഈ ചിത്രം. അതിന് ഒരു കാര്യം കൂടി പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നതാണ്. ഒരു ബേസ് പെയർ എന്ന് പറഞ്ഞാൽ BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ബേസ് പെയർ. ഇതാണല്ലോ ഒരു ബേസ് പെയർ. ഒരു ബേസ് പെയർ. ഒരു ബേസ് പെയറിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും? 1 2 ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും അല്ല മക്കളെ. അഡിനിന്റെ സുഹൃത്താണ് തൈമിൻ. അപ്പൊ ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണല്ലേ. ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്, ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണ്, ഇതൊരു ബേസ് പെയർ. അപ്പൊ ഒരു ബേസ് പെയറിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും? 2 ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ എത്ര ബേസ് പെയർ ഉണ്ട്? 1 2 3 4 ബേസ് പെയർസ് ഉണ്ട്. അപ്പൊ മൊത്തം എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും? 8 ന്യൂക്ലിയോടൈഡ് അല്ലേ. 1 2 3 4 5 6 7 8 ന്യൂക്ലിയോടൈഡ്. അഡിനിനും തൈമിന്റെ ഇടയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. തൈമിന്റെ അഡിനിന്റെ ഇടയിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. അറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത്, ഈ ചിത്രം ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വരച്ച ചിത്രമാണല്ലോ ഇത്. ഇനി DNA ഇങ്ങനെ തിരിയണം. എപ്പോഴും DNA മിക്കവാറും DNA എന്ത് ഹാൻഡഡ് ഫാഷനിൽ കോയിൽഡ് ആയിരിക്കും അറിയോ? റൈറ്റ് ഹാൻഡഡ് ഫാഷനിൽ കോയിൽഡ് ആയിരിക്കും. റൈറ്റ് ഹാൻഡഡ്. ഒരു ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം അത്ര ഉണ്ടാവും. ഒരു ടേൺ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു പേരിൽ വിളിക്കാം ഒരു പിച്ച്. അപ്പൊ ഒരു ടേൺ ഈക്വൽ ടു ഒരു പിച്ച്. ഒരു പിച്ചിൽ 10 ബേസ് പെയർ ഉണ്ടാവും. അപ്പൊ ഒരു പിച്ചിൽ എത്ര ബേസ് പെയർ ഉണ്ടാവും? 10 ബേസ് പെയർ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ 10 സ്റ്റെപ്പ് 1 2 3 4 5 6 അങ്ങനെ എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? 10 സ്റ്റെപ്പ് ഉണ്ടാവും. ഒരു ടേൺ എന്ന് പറഞ്ഞാൽ ഒരു പിച്ചിൽ എത്ര ബേസ് പെയർ? 10. അതാണ് ഒരു പിച്ചിൽ 10 ബേസ് പെയർ ഉണ്ടാവും. ഒരു പിച്ചാണ് ഒരു ടേൺ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ഒരു ടേണിൽ എത്ര ബേസ് പെയർ ഉണ്ടാവും? 10 ബേസ് പെയർ ഉണ്ടാവും. ഒരു ടേണിൽ മൊത്തം 10 ബേസ് പെയർ ഉണ്ടാവും. ഒരു ടേണിന് മറ്റൊരു പേരാണ് ഒരു പിച്ച് എന്ന് വേണമെങ്കിൽ വിളിച്ചോ. അപ്പൊ ഒരു ടേണിൽ 10 ബേസ് പെയർ, അതായത് ഒരു പിച്ചിൽ 10 ബേസ് പെയർ ഉണ്ടാവും. ഒരു ബേസ് പെയർ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് മക്കളെ? 2 ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഒരു ടേണിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും? ഏകദേശം 20 ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. ആ ഒരു ടേണിന്റെ ലെങ്ത്, ഒരു പിച്ചിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3.4 നാനോമീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 10⁻⁻9 മീറ്റർ ആണ്. ഒരു ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻10 മീറ്റർ ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3.4 നാനോമീറ്റർ ആണ്. 10 ബേസ് പെയർ ലെങ്തിൻ്റെതാണ് 3.4 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ അടുത്ത ലെങ്ത് എത്രയായിരിക്കും? 3.4 ഡിവൈഡഡ് ബൈ 10 കൊണ്ട് 0.34 നാനോമീറ്റർ അല്ലേ? ഒന്നുകൂടി പറയണം. ഒന്നുകൂടി പറയാം. ഒരു DNA ഒരു ടേൺ എന്ന് പറഞ്ഞാൽ ഒരു പിച്ചാണ്. ഒരു ടേൺ എന്ന് പറഞ്ഞാൽ ഒരു പിച്ച് എന്നുള്ള വാക്ക് മനസ്സിലാക്കുക. ഒരു ടേൺ ഈസിക്കൽ ഒരു പിച്ച്. ഒരു പിച്ചിൽ, അതായത് ഒരു ടേണിൽ എത്ര ബേസ് പെയർ? 10 ബേസ് പെയർ. ഒരു ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് അഡിനിൻ തൈമിൻ ഈസ് എ ബേസ് പെയർ. എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട്? 2 ന്യൂക്ലിയോടൈഡ്. തൈമിൻ അഡിനിൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പെയർ ആണ്. അതിൽ എത്ര ന്യൂക്ലിയോടൈഡ്? 2 ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അതേപോലെ ഒരു ടേൺ, ഇങ്ങനത്തെ ഒരു ടേണിനകത്ത് 10 ബേസ് പെയർ ഉണ്ടാവും. അത്രയും ലെങ്ത്, അതിന്റെ ലെങ്ത് ആണ് മക്കളെ 3.4 നാനോമീറ്റർ.
10 ബേസ് പെയറിന്റെ നീളമാണ് 3.4 നാനോമീറ്റർ എങ്കിൽ അതിന്റെ ഇടയത്തെ ലെങ്ത് എത്ര ആയിരിക്കും? അതിന്റെ ഓരോ ബേസ് പെയർ അഡ്ജസന്റ് ബേസ് പെയറിന്റെ ഇടയത്തെ ലെങ്ത് എത്ര ആയിരിക്കും? ഇതിനെ 10 കൊണ്ട് അടിച്ചാൽ പോലെ. അപ്പൊ 0.34 നാനോമീറ്റർ ആണ് ഇതിന്റെ ഇടയത്തെ ലെങ്ത്. അതായത് അഡ്ജസന്റ് ബേസ് പെയറിന്റെ ഇടയത്തെ ലെങ്ത് 0.34 നാനോമീറ്റർ ആണ്. ഇതിനെ ആംസ്ട്രോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3.4 നാനോമീറ്റർ ആണ് എത്ര ആംസ്ട്രോങ് ആണ്? 34 ആംസ്ട്രോങ് ആണ്. അപ്പൊ ഒരു ടേണിന്റെ ലെങ്ത് നാനോമീറ്ററിൽ മാറ്റി നമ്മൾ ഇതിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ 34 ആംസ്ട്രോങ് ആണ് ഒരു ടേണിന്റെ ലെങ്ത്. അപ്പൊ അഡ്ജസന്റ് ബേസ് പെയറിന്റെ അടുത്ത ലെങ്ത് എത്ര ആയിരിക്കും? 3.4 ആംസ്ട്രോങ് ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു DNA-യിൽ ധാരാളം ടേണുകൾ ഉണ്ട്. ഒരു ടേണിൽ എന്ന് പറഞ്ഞാൽ ഒരു പിച്ചാണ്. ഒരു ടേണിൽ ഏകദേശം 10 ബേസ് പെയർ ഉണ്ടാവും. ആ 10 ബേസ് ഒരു ടേണിന്റെ ലെങ്ത് 3.4 നാനോമീറ്റർ ആണ്. ആംസ്ട്രോങ്ങിലേക്ക് ആക്കുമ്പോൾ 34 ആംസ്ട്രോങ് ആണ്. അപ്പൊ ഒരു ടേണിൽ 10 ബേസ് പെയർ ആണ്. ആ 10 ബേസ് പെയർ ഇത്രയും ലെങ്ത് 10 ബേസ് പെയർ ഇങ്ങനെ നീളം എടുത്ത് നോക്കുമ്പോൾ 34 ആംസ്ട്രോങ്ങിൽ 3.4 നാനോമീറ്റർ ആണ്. അപ്പൊ അഡ്ജസന്റ് ബേസ് പെയറിന്റെ അടുത്തത് എത്ര ആയിരിക്കും? 0.34 നാനോമീറ്റർ ആയിരിക്കും. ആംസ്ട്രോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ടേണിന്റെ ലെങ്ത് 34 ആംസ്ട്രോങ് ആണ്. ഒരു ടേണിന്റെ ലെങ്ത് 34 ആംസ്ട്രോങ് ആണ്. ഒരു ടേൺ ലെങ്ത് 34 ആംസ്ട്രോങ് ആണ്. അപ്പൊ അതിന്റെ അടുത്ത് അഡ്ജസന്റ് ബേസ് പെയറിന്റെ ഇതാണല്ലോ മൊത്തം ബേസ് പെയർ. ഇതിന്റെ അടുത്ത ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 3.4 ആംസ്ട്രോങ് ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലോ ആണ്. ആ ലോയുടെ പേരാണ് എർവിൻ ചർഗാഫ് റൂൾ. ചർഗാഫ് റൂൾ എന്ന് പറയുന്ന ഒരു ലോയിലേക്ക് കടക്കാം. അത് പറയുന്നതിന് മുന്നേ വൺ ഓഫ് ദ ഹാൾമാർക്ക് ഓഫ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അതിന്റെ ഹാൾമാർക്ക് എന്ന് പറയുന്നത് അതിന്റെ ബേസ് പെയറിംഗ് ആണ് ബിറ്റ്വീൻ ദ 2 strands ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, ഇത് മറ്റൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇവന്മാർ തമ്മിൽ ബേസ് പെയറിംഗ് ആണ്. കണക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അതെന്താണ്? ബേസ് പെയറിംഗ് ആണെന്നുള്ളതാണ് ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന്റെ ഹാൾമാർക്ക്. അത് ആരുടെ ഒബ്സർവേഷനിൽ നിന്ന് വന്നതാണ് അറിയോ? എർവിൻ ചർഗാഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഒബ്സർവേഷൻ വന്നതാണ്. എർവിൻ ചർഗാഫ് പ്രപ്പോസ് ചെയ്ത റോളാണ് ചർഗാഫ് റൂള്. അദ്ദേഹം പറഞ്ഞു, പ്രപ്പോസ്ഡ് ബൈ എർവിൻ ചർഗാഫ്. അദ്ദേഹം പറഞ്ഞു ഫോർ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ, അഡിനിന്റെയും തൈമിന്റെയും റേഷ്യോയും ഗ്വാനിന്റെയും സൈറ്റോസിന്റെയും റേഷ്യോയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും and equals 1. The ratio for a double stranded DNA, the ratio between adenine and thymine എപ്പോഴും അഡിനിന്റെ അളവ് തന്നെ ആയിരിക്കില്ല തൈമിന്റെ അളവ്. അല്ല മക്കളെ, കാരണം ഇവിടെ അഡിൻ ഉണ്ടെങ്കിൽ ഇവിടെ തൈമിൻ ഉണ്ടാവും. ഏതിന്റെ കേസിൽ മാത്രമാണ്? ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ കേസാണ് കേട്ടോ പറയുന്നത്. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിന്റെ റേഷ്യോസ്, അഡിനിന് തൈമിന്റെ റേഷ്യോയും ഗ്വാനിന്റെ സൈറ്റോസിന്റെ റേഷ്യോയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഈക്വൽ ടു 1. അത് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? A+G=T+C അല്ലെ? A/T-യും G/C, A+G/T+C എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കേസ് പറയാം. ഒരു കേസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കേസ് പറഞ്ഞുതരാം. എന്റെ കയ്യിലൊരു DNA ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അതിൽ അഡിനിന്റെ ശതമാനം 30. മൊത്തം ആ DNA-യിൽ 30% അഡിനിൻ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തൈമിൻ എത്രയായി, ഗ്വാനിൻ എത്രയായി, സൈറ്റോസിൻ എത്രയായി? സുന്ദരമായിട്ട് കിട്ടൂലേ? എന്റെ കയ്യിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അഡിന് 30%. അഡിന് 30% ആണെങ്കിൽ തൈമിന് 30 ആവില്ലേ? ഉറപ്പല്ലേ 30 ആവുന്നുള്ളത്? അപ്പൊ 30 എത്രയാ? 60. അപ്പൊ മൊത്തം ന്യൂക്ലിയോടൈഡിൽ 60ഉം അഡിനിനും തൈമിനും. അപ്പൊ ഗ്വാനിനും സൈറ്റോസിനും കൂടി കൂട്ടി എത്ര ഉണ്ടാവും? 100 - 60 40. അത് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഇത് എത്ര ആയിരിക്കും? 20%. ഇത് എത്ര ആയിരിക്കും? 20%. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ചർഗാഫ് റൂൾ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഹാൾമാർക്ക് ഓഫ് ദ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA, വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ഹാൾമാർക്ക് എന്ന് പറഞ്ഞാൽ ബേസ് പെയറിംഗ് ബിറ്റ്വീൻ 2 strands ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അത് ആരുടെ ഒബ്സർവേഷൻ എന്നാണ്? ചർഗാഫ് എന്ന് പറയുന്നത്, എർവിൻ ചർഗാഫ് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള റൂളാണ് ചർഗാഫ് റൂൾ. അദ്ദേഹം പറഞ്ഞു ഫോർ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ഇത് സിംഗിൾ സ്റ്റാൻഡേർഡ് പറ്റൂല കേട്ടോ. എന്താ സിംഗിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരൊറ്റ ചെയിൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അഡിനിന്റെ അളവ് തന്നെ ആയിരിക്കണം എന്നില്ല, തൈമിന്റെ അളവ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഈ ചെയിൻ ഉണ്ടാവില്ല, ഇവിടെ നിങ്ങോട്ടുള്ള ചെയിൻ ഉണ്ടാവില്ല, ഈ ഒരൊറ്റ ചെയിൻ ഉണ്ടാവുള്ളൂ. അതായത് മക്കൾ ഇങ്ങനെ ആയിരിക്കും ഏത് ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടോ? ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫോർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ദ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അങ്ങനെയായിട്ട് വായിക്കുന്നത് അഡിനിൻ ആൻഡ് തൈമിൻ ആൻഡ് ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ എന്ന് വായിക്കുന്നത് ദ റേഷ്യോ ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ കോൺസ്റ്റന്റ് ആൻഡ് ഈക്വൽസ് ടു 1. ഈ റേഷ്യോ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ അഡിനിന്റെ അളവ് തൈമിന്റെ അളവ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. എർവിൻ ചർഗാഫ് റൂൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടി ക്ലിയർ ചെയ്യാൻ 2-3 പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല, ഏതായാലും DNA എടുക്കല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കൂടി ചോദിച്ചു നോക്കി നോക്കാം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ 1 ഇതാണ്. എന്റെ കയ്യിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ ഗ്വാനിൻ
40% ഉണ്ടെങ്കിൽ, ഗ്വാനിൻ 40% ഉണ്ടെങ്കിൽ അഡിനിൻ എത്രയാ, തൈമിൻ എത്രയാ, സൈറ്റോസിൻ എത്രയാ? എന്തുകൊണ്ട് യുറാസിൽ ചോദിക്കാത്ത? നമുക്കറിയാം യുറാസിൽ എന്ന് പറയുന്നത് ചോദിക്കില്ല. കാരണം എന്താ? യുറാസിൽ ഇതിലുള്ളത് RNA ലാണ്. അപ്പൊ പറയാ ഗ്വാനിന്റെ അതേ അളവ് തന്നെയല്ലേ, ഗ്വാനിന്റെ അതേ അളവ് തന്നെ ആയിരിക്കും സൈറ്റോസിൻ ഉണ്ടാവുക. അപ്പൊ എത്രയാണ്? 40. അപ്പൊ 40 40 എത്ര? 80%. എത്രയിലാണ് കാണുക? 100. അപ്പൊ 100 മൈനസ് 80. അപ്പൊ എത്രയാ ബാക്കി? 20 ഉണ്ട്. ബാക്കി 20-ൽ അഡിനിൻ എത്രയായിരിക്കും? 10%. തൈമിൻ എത്രയായിരിക്കും? 10%. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചൂടെ നിങ്ങളോട്? ചോദിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. എന്റെ കയ്യിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. എന്റെ കയ്യിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇങ്ങനെ എഴുതാം. അഡിനിൻ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം 110. ഗ്വാനിൻ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം 100. അങ്ങനെ ആവുകയാണെങ്കിൽ സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എത്രയാ? തൈമിൻ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എത്രയാ? നല്ല എളുപ്പല്ലേ? പിന്നെ അപ്പൊ എങ്ങനെയായിരിക്കും കാണാം? അഡിനിൻ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനത്തെ ഇതാണ് അഡിനിൻ. നേരത്തെ ശതമാനത്തിലാണ് പറഞ്ഞത് അല്ലെ? ശതമാനത്തിലാണ്. അഡിനിൻ ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എത്രയാണ് ഇവിടെ? അഡിനിൻ ന്യൂക്ലിയോടൈഡിന്റെ എണ്ണം എത്രയാണ്? 110. അപ്പൊ തൈമിൻ അത്ര തന്നെ ആവില്ല. അപ്പൊ തൈമിൻ എത്ര? 110. ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം. അപ്പൊ സൈറ്റോസിനും എത്ര തന്നെ ആയിരിക്കും? 100. അപ്പൊ മൊത്തം ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എത്ര? 0 അല്ലെ? 1 1 2 അല്ലെ? 1 2 3 4 420 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായിരിക്കും. എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും? 420 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടായിരിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അല്ലെ? ഒരു ടേണിൽ എത്ര ബേസ് പെയർ ഉണ്ടാവും? 10 ബേസ് പെയർ ഉണ്ടാവും. 10 ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചോളോ. ഇങ്ങനെ മൊത്തം 420 ന്യൂക്ലിയോടൈഡ്, അതായത് 420 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് അല്ല മക്കളെ? അങ്ങനെയാണെങ്കിൽ മൊത്തം 420 ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ എത്ര ആയിരിക്കും? ഒരു ടേണിൽ 10 ബേസ് പെയർ. മൊത്തം ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം എത്രയാണ് മക്കളെ? 420. ഇതിന്റെ പകുതി ആയിരിക്കില്ല ബേസ് പെയർ. അപ്പൊ എത്ര ഉണ്ടാവും? 210 ബേസ് പെയർ ആയിരിക്കും അല്ലെ? മൊത്തം 210 ബേസ് പെയർ ഉണ്ടാവും. ആലോചിക്ക്, കിട്ടും, എന്തായാലും കിട്ടും. അതായത് മക്കളെ ആ DNA-യിൽ അഡിനിൻ മുത്തിന്റെ എണ്ണം 110 ആണെങ്കിൽ തൈമിൻ മുത്തിന്റെ എണ്ണം 110 ആയിരിക്കും. ഗ്വാനിന് തന്നിട്ടുണ്ട് 100. അപ്പൊ സൈറ്റോസിനും എത്ര ആയിട്ട്? 100. അപ്പൊ മൊത്തം മുത്തുകളുടെ എണ്ണം 420. അതായത് 1 2 3 4 5 6 7 8. ഇതിൽ മൊത്തം എത്ര മുത്തുകളാ? 8 മുത്തുകളുണ്ട്. എത്ര ബേസ് പെയർ ഉള്ളൂ? 4 ഉള്ളൂ. അതിന്റെ പകുതി എടുത്താൽ മതി. 4 ബേസ് പെയർ, ഇതൊരു ബേസ് പെയർ, 2 ബേസ് പെയർ, 3 ബേസ് പെയർ, 4 ബേസ് പെയർ. മൊത്തം മുത്തുകളുടെ 420. അപ്പൊ ബേസ് പെയർ എത്ര ആയിരിക്കും? 210. അപ്പൊ എത്ര ടേൺ ഉണ്ടായിരിക്കും? നമുക്കറിയാം ഒരു ടേണില് 10 ബേസ് പെയർ ആണ്. അപ്പൊ എത്ര ആയിരിക്കും? 210 ബേസ് പെയർ ഉണ്ടെങ്കിൽ എത്ര ടേൺ ഉണ്ടായിരിക്കും? ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതായിരിക്കും നല്ലല്ലേ? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇനി ഹൈഡ്രജൻ ബോണ്ടിന്റെ എണ്ണത്തെ വെച്ചുള്ള ചോദ്യം ചോദിക്കാം. എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും? ഈ കേസിൽ എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും? നമുക്കറിയാം അഡിനിന്റെ തൈമിന്റെ ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിന്റെ സൈറ്റോസിന്റെ ഇടയിൽ എത്ര ഹൈഡ്രജൻ ബോണ്ട്? 3 ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഈ 420 ന്യൂക്ലിയോടൈഡുകളിലെ ഈ കേസിൽ ഈ DNA എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും? അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അപ്പൊ കമന്റ് ബോക്സിൽ 2 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇട്ടിട്ടുള്ളത്. ഒന്ന്, ഈ കേസിൽ എത്ര ടേണുകൾ ഉണ്ടാവും? ഈ DNA എത്ര ടേൺ ഉണ്ടാവും? ഈ കേസിന്റെ മാത്രമാണ്. പിന്നെ എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും ഈ കേസിൽ? ഇത്ര കാര്യം മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മഹത്തായ സാധനമാണ് അല്ലെ? അവാർഡ്, നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? നല്ല എളുപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ജീവികളുടെയും എത്ര ബേസ് പെയർ ഉണ്ട് എന്നുള്ള ചെറിയ ചെറിയ കണക്കുകളാണ്. ഭയങ്കര എളുപ്പമാണ്. അപ്പൊ നോക്കാം, ഓരോ ജീവിയുടെയും എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ലെങ്ത് എങ്ങനെയാ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മുത്തുമാല എടുക്കാം. മുത്തുമാലയാണെങ്കിൽ നമ്മൾ DNA ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അല്ലെ? ഒരു മുത്തുമാലയെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു മക്കളെ? പോളി ന്യൂക്ലിയോടൈഡ്. അല്ലെ? ഓരോ മുത്തിനെയും വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഒരു മുത്തുമാലയുടെ നീളം എന്തിനെ ആശ്രയിച്ചിട്ടിരിക്കും? അതിനകത്ത് മുത്തിന്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. മുത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മുത്തുമാലയുടെ നീളം കൂടുതൽ. അതേപോലെ തന്നെയാണ് DNA-യുടെ ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് പ്രസന്റ് ഇൻ ഇറ്റ്. അതിനകത്ത് എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടോ അത്രയും ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ന്യൂക്ലിയോടൈഡിന്റെ എണ്ണം കൂടുമ്പോൾ DNA-യുടെ ലെങ്ത് കൂടും. അപ്പൊ നമ്മുടെ മുത്തിന്റെ എണ്ണം അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിന്റെ എണ്ണം വെച്ചിട്ടാണ് DNA-യുടെ ലെങ്ത് പറയുക. മനസ്സിലായോ? പറഞ്ഞുതരാം. So length of the DNA is usually defined as the number of nucleotide. ഒരു DNA-യുടെ ലെങ്ത് നമ്മൾ യൂഷ്വലി എപ്പോഴും പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്. എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട്? ഉദാഹരണമായി പറയാം, ഈ ചിത്രം നോക്കൂ, ഇതിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട്?
1, 2, 3, 4 ബേസ് പെയർ ഉണ്ട്. അതായത് 8 ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അപ്പൊ ഏകദേശം നമുക്ക് അതിന്റെ ഐഡിയ കിട്ടിയില്ല. അപ്പൊ നമ്മൾ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് അതിന്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ DNA ലെങ്ത് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ച് ജീവികളുടെ പഠിക്കാം. ലാംഡാഫേജ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയോഫേജ്. എന്താ ബാക്ടീരിയോഫേജ്? ദേ ആർ വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. വൈറസ് ആണ്, അത് ആര് അറ്റാക്ക് ചെയ്യും? ബാക്ടീരിയ. അപ്പൊ എന്താണ് ലാംഡാഫേജിന് അകത്തുള്ള DNA, ലാംഡാഫേജിനകത്തുള്ള DNA എത്ര ബേസ് പെയർ ഉണ്ട്? 48,502 ബേസ് പെയർ. 48,502 ബേസ് പെയർ. വായിച്ചു നോക്കി എത്രയാണ്? അത്രയും ബേസ് പെയർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇരട്ടി എടുത്താൽ എന്താ സംഭവിക്കാം? ഇതിന്റെ ഇരട്ടി എടുത്താൽ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് കിട്ടൂലേ? കിട്ടും. അടുത്ത നോക്ക്, ഈക്വളി അറിയാലോ, ഈക്വളി എസ്കർഷ്യ കോളി. ഈ കോളിനകത്ത് എത്ര ബേസ് പെയർ ഉണ്ട്? 4.6 × 10⁻⁶ ബേസ് പെയർ ഉണ്ട്. പഠിക്കണം, നിർബന്ധമാണ്. അപ്പൊ ലാംഡാഫേജിൽ 48,502 ബേസ് പെയർ. ബേസ് പെയറിലാണ് ലെങ്ത് മെഷർ ചെയ്യുന്നത് അല്ലെ? ബേസ് പെയർ ആണ് എന്താ? ഒരു ബേസ് പെയർ ആണ് എത്ര ന്യൂക്ലിയോടൈഡാ? 2 ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പൊ എസ്കർഷ്യ കോളയിൽ 4.6 × 10⁶ ബേസ് പെയർ, ലാംഡാഫേജിൽ 48,502 ബേസ് പെയർ. അതായത് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 48,502. എത്ര ഉണ്ട് വായിച്ചു നോക്ക്? 48,502 ബേസ് പെയറുകൾ ഇങ്ങനെ താഴ്ത്തുണ്ട്. അടുത്ത അപ്പൊ അതിന്റെ ഇരട്ടി എടുത്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് എണ്ണം കിട്ടൂലേ? കിട്ടും. ഈക്വൽ 4.6 × 10⁻⁶ ബേസ് പെയർ. ആലോചിച്ചു, 4.6 × 10⁻⁶ ബേസ് പെയർ. ഇതൊരു ബേസ് പെയർ. രണ്ട് അങ്ങനെ പോയി 4.6 എത്ര ഉണ്ടാവണം ഏതാണെന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA. ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA സ്പേം എഗ്ഗാണ് ഉദ്ദേശിച്ചത്. സ്പേമിനകത്ത് അല്ലെങ്കിൽ എഗ്ഗിനകത്ത് പകുതിയല്ലേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഏകദേശം 3.3 × 10⁻⁹ ബേസ് പെയർ. 3.3 × 10⁻⁹. അപ്പൊ സാധാരണ ഒരു സെൽ, ഇവിടുന്നൊക്കെ ഒരു സെൽ എടുത്ത് സാധാരണ ഒരു സെൽ എടുത്താൽ ഇതിന്റെ ഇരട്ടി നോക്കി നോക്കൂ. 6.6 × 10⁻⁹ ബേസ് പെയർ ആണ് സാധാരണ ഒരു സെല്ലിനകത്തുള്ള മൊത്തം DNA കണ്ടന്റ് അല്ലെ? 6.6 ഇരട്ടി എടുത്താൽ പോരെ. ഇതെന്താ പറഞ്ഞത്? ഹാപ്ലോയിഡ് കണ്ടന്റ് പറയുന്നത്. ഹാപ്ലോയിഡ് കണ്ടന്റ് ആണ് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായാലോ? ഒരാളെ വിട്ടൂലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്ടീരിയോഫേജ്. ഇത് വായിക്കുന്നത് ഇങ്ങനെയാണ്: 5x174 ഫേജ്. 5x174 ഫേജ്. അതിൽ 5386 ന്യൂക്ലിയോടൈഡുകളേ ഉള്ളൂ. 5386 ന്യൂക്ലിയോടൈഡുകളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഇത് ബേസ് പെയർ പറഞ്ഞു, ഇത് ബേസ് പെയർ പറഞ്ഞു, ഇതും ബേസ് പെയർ പറഞ്ഞു, ഇതെന്താ സാറേ ഇങ്ങനെ പറഞ്ഞത്, ന്യൂക്ലിയോടൈഡ് പറഞ്ഞത് എന്നുള്ളത്? വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ഈ ജീവിയിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. സർക്കുലാർ ആയിട്ട് ഇങ്ങനെയാണ് അതിന്റെ DNA കാണുന്നത്. സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, സർക്കുലാർ ആണ്, ക്ലോസ്ഡ് ആണ്. അപ്പൊ അതില് ബേസ് പെയർ ഉണ്ടാവില്ല. അപ്പൊ 5386 ന്യൂക്ലിയോ വെറൈറ്റി ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പേര് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പഠിക്കേണ്ട. അപ്പൊ 5x174 ഫേജിൽ 5386 ന്യൂക്ലിയോടൈഡ് ആണ്. എന്താണോ സിംഗിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവുക. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, അങ്ങനെ ആയിരിക്കും അല്ലെ? ഇതിന് പെയറായിട്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവില്ല. സർക്കുലാർ ആണ്. അപ്പൊ ബേസ് പെയർ ഉണ്ടാവില്ല. അപ്പൊ 5x170. അതുകൊണ്ടാണ് എർവിൻ ചർഗാഫ് പറഞ്ഞ ഫോർ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്നുള്ള ടേം ഉപയോഗിച്ചത്. ഓക്കെ. അപ്പൊ ബാക്ടീരിയോഫേജ് ആയ 5x174 ഫേജിൽ 5386 ന്യൂക്ലിയോടൈഡ് ആണ്. ലാംഡാഫേജിൽ 48,502 ബേസ് പെയർ ആണ്. ഈ കോളിൽ 4.6 × 10⁻⁶ ബേസ് പെയർ ആണ്. ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ ബില്ലിൽ 3.3 × 10⁻⁹ ബേസ് പെയർ ആണ്. അതിന് ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മൊത്തം സാധാ സെല്ല്, സൊമാറ്റിക് സെല്ല് മൊത്തം കിട്ടും. എത്ര? 6.6 × 10⁻⁹ ബേസ് പെയർ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇമ്പോർട്ടന്റ് ആണ്, ഓരോ കാര്യങ്ങളും ചോദിക്കാം. അപ്പൊ DNA എന്ത് ഹാൻഡഡ്? റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് DNA കോയിൽ ചെയ്തതെന്ന് മനസ്സിലായി. ഒരു ടേൺ എന്ന് പറഞ്ഞാൽ ഒരു പിച്ച മനസ്സിലായി. ഒരു ടേണിൽ 10 ബേസ് പെയർ ആണ്. ആ 10 ബേസ് പെയറിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അത് നാനോമീറ്ററിലും പഠിച്ചു കഴിഞ്ഞു, ആങ്സ്ട്രോങ്ങിലും പഠിച്ചു കഴിഞ്ഞു, എല്ലാ മക്കളെ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 2 അഡ്ജസ്റ്റന്റ് ബേസ് പെയറിന് എത്ര? 0.34 നാനോമീറ്റർ ആണുള്ള കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ആണ്, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും പഠിക്കുക. DNA പാരലൽ ആണോ ആന്റി പാരലൽ ആണോ? DNA ആന്റി പാരലൽ ആണ്. ഒരറ്റത്ത് 5' 3' ആണെങ്കിൽ മറ്റേ അറ്റത്ത് എങ്ങനെയായിരിക്കും? 3' 5' ആയിരിക്കും. അപ്പൊ ആന്റി പാരലൽ ആയിട്ടാണ് DNA എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായല്ലോ? ഓക്കെ മക്കളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNAയുടെ സാലിയന്റ് ഫീച്ചർ, പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4-5 പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യണേ. ആദ്യം നമുക്കറിയാം DNA is made up of 2 polynucleotide chain. DNA ഉണ്ടാക്കിയത് 2 polynucleotide chain കൊണ്ടാണ്. അതിലെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞത് DNAയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഇതാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA നമ്മൾ വരച്ചത് അല്ലെ? ഡയഗ്രാമാറ്റിക് സ്കെച്ച് ആയിട്ട് വരച്ചത്. DNAയുടെ നട്ടെല്ല് ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഷുഗർ ഫോസ്ഫേറ്റ്. ഇതാണ് DNAയുടെ നട്ടെല്ല്. എന്നിട്ടോ നൈട്രജൻ ബേസ് ഒക്കെ ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കണം. അതുകൊണ്ട് ഇത് നൈട്രജൻ ബേസ് പ്രൊജക്ട് ഇൻസൈഡ്, ഉള്ളിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കണം. അപ്പൊ DNAയുടെ നട്ടെല്ല് ഏതാണ്?
ഷുഗർ ഫോസ്ഫേറ്റ് ആണ് ഡി എൻ എയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആൻഡ് നൈട്രജൻ ബേസ് ഈസ് പ്രൊജക്ട് ഇൻസൈഡ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ. സാലിൻ ഫീച്ചർ ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ആദ്യത്തെ പോയിന്റ് എന്താണ്? DNA is made up of two polynucleotide chain where the backbone formed by the sugar phosphate and nitrogen base is project inside. The next thing is DNA is made up of two chain that have anti-parallel polarity. DNA യുടെ രണ്ട് ചെയിൻ കൊണ്ടാണുള്ള അത് ആന്റി പാരലൽ പൊളാരിറ്റി. അതായത് ഒരു ചെയിൻ ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ 5'3' ഡയറക്ഷനിലാണെങ്കിൽ 5'3' ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ ചെയിൻ ഏത് ഡയറക്ഷനിലായിരിക്കും 3'5'. അപ്പൊ ഡി എൻ എ പാരലൽ ആണോ ആന്റി പാരലൽ ആണോ? ആന്റി പാരലൽ പൊളാരിറ്റി ഉണ്ടാവും. ഒരു ചെയിൻ 5'3' ആണെങ്കിൽ മറ്റേ ചെയിൻ ഏതായിരിക്കും 3'5'. മൂന്നാമത്തെ നോക്കൂ മക്കളെ, ബേസസ് ഇൻ ടു സ്റ്റാൻഡ്സ്, രണ്ട് സ്റ്റാൻഡിലെയും നൈട്രജൻ ബേസുകൾ പെയർഡ് ത്രൂ ഹൈഡ്രജൻ ബോണ്ട്. അവന്മാർ പെയർ ചെയ്തിരിക്കുന്നത് എന്ത് ബോണ്ട് വഴിയാണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. അഡിനിൻ ആരുമായിട്ട് തൈമിൻ എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്? 2. തൈമിന്റെ അഡിന്റെ ഇടയിൽ 2, ഗോനിന്റെ സൈറ്റോസിന്റെ ഇടയിൽ 3, സൈറ്റോസിനും ഗോനിന്റെ ഇടയിൽ എത്ര? 3. മക്കളെ നൈട്രജൻ ബേസസ് ഇൻ ടു സ്റ്റാൻഡ്സ്, രണ്ട് സ്റ്റാൻഡിലെ നൈട്രജൻ ബേസ് പെയർ ചെയ്ത് ഏത് ബോണ്ട് വഴിയാണ്? ഹൈഡ്രജൻ ബോണ്ട്. അഡിനും തൈമിന്റെ ഇടയിൽ 2 ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട്, തൈമിൻ അഡിന്റെ ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ട്, ഗോനിന്റെ സൈറ്റോസിന്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്, സൈറ്റോസിനും ഗോനിന്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, പ്യൂരിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും മക്കളെ? പിരമിഡിനായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഫലമായി ഇതിന്റെ ഇടയിൽ യൂണിഫോം ഡിസ്റ്റൻസ് ആയിരിക്കും. രണ്ട് ചെയിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം പ്യൂരിൻ എന്താ ഉദ്ദേശിച്ചാൽ, പ്യൂരിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എന്ത് റിംഗ് ആണ്? ഡബിൾ റിംഗ് ആണ്. പിരമിഡിൻ എന്ന് പറഞ്ഞാൽ എന്ത് റിംഗ് ആണ്? സിംഗിൾ റിംഗ് ആണ്. അപ്പൊ ഇവിടെയും പ്യൂരിൻ ആയ ഡിസ്റ്റൻസ് കൂടുതലേ. അപ്പൊ ഇവിടെ പ്യൂരിൻ ആവുമ്പോൾ ഇവിടെ പിരമിഡിൻ ആവും, ഇവിടെ പ്യൂരിൻ ആവുമ്പോൾ ഇവിടെ പിരമിഡിൻ. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന്റെ ഇടയിൽ ഉണ്ടായിരിക്കുക. സോ ദിസ് ജനറേറ്റ് യൂണിഫോം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റാൻഡ്. രണ്ട് സ്റ്റാൻഡിന്റെയും ഇടയിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ത്രൂ ഔട്ട് ലെങ്ത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ബേസസ് ഇൻ ടു സ്റ്റാൻഡ്സ് പെയർഡ് ത്രൂ എന്ത് ബോണ്ട്? ഹൈഡ്രജൻ bond. Purine comes in opposite to pyrimidine. Adenine always pair with the thymine. Between two there is a hydrogen bond and hydrogen bond. ഇതിനിടെ 2 hydrogen bond, ഇതിനിടെ 3 hydrogen bond, ഇതിനിടെ 3 hydrogen bond. This generate uniform distance between the two strand and the strand uniform distance ആയിരിക്കും. Okay, ഇനി അടുത്ത പോയിന്റ്, the two chains are coiled in right handed fashion. നേരത്തെ പറഞ്ഞു they are coiled in right handed fashion. അതിന്റെ ഇടയിൽ ഒരു പിച്ചിന്റെ ലെങ്ത് 3.4 നാനോമീറ്റർ ആണ്. ഓരോ ടേണിലും 10 ബേസ് പെയർ ഉണ്ട്. നേരത്തെ പറഞ്ഞു. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ബേസ് പെയർ രണ്ടിന് ഇടത്തെ ബേസ് പെയറിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 0.34 നാനോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ് നോക്കും മക്കളെ, അഞ്ചാമത്തെ പോയിന്റ്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാം അല്ലെ. അടുത്ത നോക്കൂ, ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്ക് ഓവർ ദ അതർ ഇൻ എ ഡബിൾ ഹെലിക്സ്. അപ്പൊ നമുക്കറിയാം ചുറ്റുകോണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചുറ്റിയല്ലേ. അപ്പൊ ഇതാണ് ബേസ് പെയർ. ഈ ബേസ് പെയർ തൊട്ട് മുകളിലായിരിക്കും അടുത്തത്. ഇത് ഇങ്ങനെ അടുക്കടിക്ക് ഇങ്ങനെ ചുറ്റിൽ ഇങ്ങനെ വെച്ചതാണ്. അതാണ് പറഞ്ഞത് പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ. ഒരു ബേസ് പെയറിന്റെ പ്ലെയിന് സ്റ്റാക്ക് ഓവർ ദ അതർ അങ്ങനെ ഒതുക്കി വെച്ചതാണ് ഇൻ എ ഡബിൾ ഹെലിക്സ്. അപ്പൊ ഇത് എന്ത് തരുന്നു മക്കളെ? DNA-ക്ക് ഹെലിക്കൽ സ്ട്രക്ചർ എന്ത് നൽകുന്നു? സ്റ്റെബിലിറ്റി നൽകുന്നു. ഏതിന് പുറമെ? ഹൈഡ്രജൻ ബോണ്ട് DNA-ക്ക് സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. അതിന് പുറമെ ഒരു ബേസ് പെയറിന്റെ പ്ലെയിൻ മറ്റേ മോഡ് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ വെച്ചതാണ്. അതിന്റെ ഫലമായിട്ട് സ്റ്റെബിലിറ്റി ടു ദ ഹെലിക്കൽ സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി നൽകുന്നു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ് മക്കളെ? സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA സാലിയന്റ് ഫീച്ചർ ആണ്. ഒക്കെ അറിയുന്ന കാര്യമാണ്. DNA ഉണ്ടാക്കിയത് 2 ചെയിൻ കൊണ്ടാണ്. ചെയിന്റെ പേര് പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ. ഈ പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. നൈട്രജൻ ബേസ് പ്രൊജക്ട് ഇൻസൈഡ് ആണ്. 2 ചെയിനും ആന്റി പാരലൽ പൊളാരിറ്റി ആണ്. ഒന്ന് 5'3' ആണെങ്കിൽ മറ്റേ 3'5' ആണ്. ബേസസ് ഇൻ 2 സ്റ്റാൻഡ്സ് ആർ പെയർഡ് ത്രൂ എന്ത് ബോണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് പേര്. അപ്പൊ പ്യൂരിൻ എപ്പോഴും ഓപ്പോസിറ്റ് പിരമിഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്യൂരിൻ. അങ്ങനെ ആയിരിക്കും. അതിന്റെ ഫലമായി യൂണിഫോം ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന്റെ ഇടയിൽ വരുന്നത്. അതായത് മക്കളെ ഇവിടെയും പ്യൂരിൻ ആവുമ്പോൾ ഇവിടെ ഇടത്തെ ഡിസ്റ്റൻസ് കൂടുതലേ. ഇത് അങ്ങനെയല്ല വരിക. പ്യൂരിന്റെ ഓപ്പോസിറ്റ് പിരമിഡിനായിരിക്കും. ആരൊക്കെ പ്യൂരിൽ വരുന്നത്? അഡിനിനും ഗ്വാനിനും. മറ്റുള്ള തൈമിനും സൈറ്റോസിനും. DNA-യുടെ കാര്യമാണ് പറയുന്നത്. Okay, the 2 chains are coiled in right-handed fashion. ഏത് ഹാൻഡ് ഫാഷനിലാണ്? റൈറ്റ് ഹാൻഡ് ഫാഷനിലാണ്. പിച്ച് ഓഫ് ദ ഹെലിക്സ് 3.4 നാനോമീറ്റർ ആണ്. ഓരോ ടേണും ഏകദേശം അപ്രോക്സിമേറ്റ്ലി 10 ബേസ് പെയർ ഉണ്ടാവുക. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് പെയർ ആണ് 0.34. എങ്ങനെ കിട്ടി? 3.4 നമ്മൾ എത്ര കൊണ്ട് ഹരിച്ചു? 10 കൊണ്ട് ഹരിച്ചു. മൊത്തം ഒരു ടേണിൽ 10 ബേസ് പെയർ. അഡ്ജസന്റ് ബേസ് പെയർ 0.34 നാനോമീറ്റർ ആണ്. പിന്നെ അടുത്ത് പറഞ്ഞു ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്ക് ഓവർ ദ അതർ ഇൻ എ ഡബിൾ ഹെലിക്സ്. ഡബിൾ ഹെലിക്സിൽ 1 ബേസ് പെയർ സ്റ്റാക്ക് ഓവർ ദ അതർ ഒന്നൊന്നുമേലെ ഇങ്ങനെ ഒതുക്കി വെച്ചതാണ്. സോ ഇറ്റ് ഗിവ് ഹൈഡ്രജൻ ബോണ്ടിന് പുറമെ ഹെലിക്കൽ സ്ട്രക്ചർ എന്ത് നൽകുന്നു മക്കളെ? സ്റ്റെബിലിറ്റി നൽകുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതോടുകൂടി NBS ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ് മക്കളെ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ
രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിൽ പൂർണ്ണമായും നമ്മൾ സ്ട്രക്ചർ ഓഫ് DNA കാര്യങ്ങൾ A to Z കാര്യങ്ങളും ഓരോ ജീവിയിലും എത്ര ബേസ് പെയർ ഉണ്ട്, എത്ര ന്യൂക്ലിയോട്ടൈഡ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. നന്നായിട്ട് കേൾക്കുക, ചിത്രം വരക്കാനൊക്കെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 2 ചിത്രങ്ങളുണ്ട്. ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ഒരൊറ്റ ചെയിൻ, ആ ഒരു ചെയിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇതാ ഇവിടെ കാണാം. അതെന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ സിംഗിൾ പോളിന്യൂക്ലിയോട്ടൈഡ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ DNA ചിത്രം ഞാൻ വരച്ച് ഇതേ ചിത്രം നേരെ തല കുത്തനെ വരച്ചിട്ട് ഇങ്ങനെയുള്ള ചിത്രം ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെ കാണാം? ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം കാണാം. അതും പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നന്നായിട്ട് കേൾക്കുക. ഈ വീഡിയോ ലെസൺ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത വീഡിയോ ലെസണുകൾ മനസ്സിലാവും. ഇനി DNA മുകളിൽ ചിരിയും കളിയും കാര്യങ്ങളും മുറിക്കലും വെട്ടലും കുത്തലൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ DNA സ്ട്രക്ചർ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പൊ നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. നേരിട്ട് എപ്പിസോഡ് 2 കാണരുത്. എപ്പിസോഡ് 1 കണ്ടതിന് ശേഷം മാത്രം എപ്പിസോഡ് 2. എപ്പിസോഡ് 1 ടെക്സ്റ്റ് ബുക്കിന്റെ മധ്യത്തിലാണ്, ടെക്സ്റ്റ് ബുക്കിന്റെ ഏകദേശം സെൻട്രലാണ് പറയുന്നത്. നമ്മൾ ഒരു രൂപത്തിലാണ് പോകുന്നത്. ആദ്യം DNA അന്വേഷിച്ചു, DNA കണ്ടെത്തി, പിന്നെ DNA സ്ട്രക്ചർ, പിന്നെ അടുത്ത എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന DNA പാക്കിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സെല്ലിനകത്ത് DNA പാക്ക് ചെയ്ത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.